ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ, 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഐ എം റീഡിംഗ് ഫ്രം ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 21 വേഴ്സസ് 28 to 31. എങ്കിലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്നു, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. രണ്ടാമത്തവൻ്റെ അടുക്കൽ അവൻ ചെന്ന് അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പാ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ 2 പേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നുവെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പരിശുദ്ധ പിതാവേ, ഇന്നത്തെ രാത്രിയിൽ വീണ്ടും അങ്ങയുടെ തിരുവചനത്തിന് മുമ്പാകെ ഞങ്ങളിരിക്കുന്നു. തിരുവചന ശുശ്രൂഷയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. അപ്പച്ച, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ രാത്രി ഒരു വലിയ പ്രവൃത്തി അങ്ങയുടെ ജനമാകുന്ന ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്താട്ട്. യേശു അപ്പച്ച, അങ്ങയുടെ തിരുവായ് വഴി ഞങ്ങളിൽ ചെയ്ത ഈ വചനം ഇന്നത്തെ രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാൻ തക്കവണ്ണം, ഞങ്ങളെ തന്നെ തിരുവചനമാകുന്ന കണ്ണാടിയിലൂടെ കാണുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ സഹായിച്ചാട്ട്. സകലമാനവും മഹത്വവും പിതാവേ അങ്ങയുടെ പാദപീഠത്തിൽ തരുന്നു. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിനെ സന്നിധിയിലുന്നാട്ട്. സഹോദരങ്ങളെ, ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പാപം എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ദൈവം വെറുക്കുന്ന പാപം കപടഭക്തിയാണ്. കർത്താവ് ഈ ഉപമ പറയുമ്പോൾ കപടഭക്തിക്കാരോടാണ് സംസാരിക്കുന്നത്. അവരിലെ കപടഭക്തിയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ കപടഭക്തരാണെന്ന് നേരിട്ട് കർത്താവ് പറയാതെ കർത്താവ് ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് ഡു യു സേ അബൌട്ട് ദിസ്? ഐ എം ഗോയിങ് ടു ടെൽ യു എ സ്റ്റോറി. ഐ എം ഗോയിങ് ടു ടെൽ യു എ സിമിലി. നിങ്ങളോടൊരു ദൃഷ്ടാന്തം പറയാൻ പോകുകയാണ്, ഒരു പാരബിൾ എന്ന് പറയാൻ പോകുക. ഇതിൽ നിന്ന് നിങ്ങൾ ഇത് കേട്ടിട്ട് പറ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാനൊരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, അത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് സ്വയം മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഇതിലേത് മകനാഥങ്ങളാണ്. സഹോദരങ്ങളെ, നമ്മൾ ദൈവസഭയുടെ അകത്തിരുന്നു കൊണ്ട് എപ്പോഴും നോക്കുന്നത് അകത്തേക്കല്ല നോക്കുന്നത്, സഭയ്ക്ക് പുറത്തേക്കാണ് നോക്കുന്നത്. നമ്മൾ ഇവിടെ പറയുന്ന വാക്ക്, കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ, ചുങ്കക്കാരെ നോക്കിക്കൊണ്ട് നമ്മൾ പറയും ഇവർ ഒരിക്കലും സ്വർഗത്തിലെത്തത്തില്ല. വേശ്യകളെ നോക്കിക്കൊണ്ട് നമ്മൾ പറയും ഇവർ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. എന്നാൽ കർത്താവ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ, കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് നോക്കുമ്പോൾ, സഭയ്ക്കകത്തേക്ക് കർത്താവ് നോക്കുന്നു, ലോകത്തിലേക്ക് കർത്താവ് നോക്കുന്നു. എന്നിട്ട് സഭയ്ക്കകത്തിരിക്കുന്ന ചില വ്യക്തികളോട് പറയുന്നു, നിങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തിലുള്ള ചിലർ എൻ്റെ അടുക്കലെത്തും. വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇന്നത്തെ രാത്രി ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരുവാനായിട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളിൽ പലരും ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ ദൈവസഭയിൽ അകത്തേക്ക് വന്നു, ദൈവത്തിൻ്റെ തിരുവചനം കേട്ടു, ഞാൻ പല കാര്യങ്ങളും വിട്ടുകളഞ്ഞു, ഞാൻ ഇന്നൊരു പുതിയ വിശ്വാസത്തിൻ്റെ വഴിയിലാണ്, ഞാൻ ഇന്നൊരു പുതിയ ജീവിത അനുഭവത്തിലാണ്, എല്ലാം ഞാൻ ഓക്കെ ആയെന്നാണ് കരുതുന്നത്. പക്ഷെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ തിരുവചനത്തിൻ്റെ ഉൾക്കാമ്പുകളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിൻ്റെ മുമ്പിൽ, ഹല്ലേലൂയ, നമ്മൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കർത്താവ് പറഞ്ഞ ഈ ഉപമയെന്ന് പറയുന്നത് റിലീജിയസ് ലീഡേഴ്സിൻ്റെ ഹിപ്പോക്രസിയെ അവർ എക്സ്പോസ് ചെയ്യുകയാണ്. റിലീജിയസ് ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ മതഭക്തരായ മനുഷ്യരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ലോകത്തിൽ തങ്ങളെക്കുറിച്ച് കരുതിയിരുന്നത് തങ്ങൾ മാത്രമാണ് യഹോവയുടെ മക്കളെന്ന്, തങ്ങൾ മാത്രമാണ് യഹോവയുടെ ജനമെന്ന്,
തങ്ങൾ മാത്രമാണ് ജീവനുള്ള ദൈവത്തിന്റെ ജനമെന്ന, ബാക്കി മുഴുവനും ജാതികളാണെന്ന് പറഞ്ഞവരവർ, അല്ലേ? എന്നാൽ ഈ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവനെ കൈക്കൊണ്ടത് ജാതികളാണ്, പക്ഷെ അവനെ തള്ളിക്കളഞ്ഞത് തൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്ന യഹൂദന്മാരാണ്. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന് കർത്താവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ലോകത്തിലുള്ള പല മനുഷ്യരുമാണ്. എന്നാൽ ദൈവസഭയുടെ മധ്യത്തിൽ ദൈവജനമെന്ന് പറയുന്ന പലർക്കും കർത്താവിനെ ഭയമില്ല, ദൈവത്തെ ഭയമില്ല. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് ചിന്തിക്കണമേ. ആരെ തേടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നുവോ അവരുടെ മധ്യത്തിലൂടെ കർത്താവ് നടന്നു. അവരവരുടെ ജീവിതത്തെ കണ്ടു. അവന്റെ വായിലൂടെ വന്ന തിരുവായ് മൊഴികൾ അവർ കേട്ടു. തന്റെ ഉപദേശങ്ങളെ കണ്ടു. ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവിനെ കുറിച്ച് അവർ അറിഞ്ഞു. യഥാർത്ഥ ദൈവപുത്രൻ അവരുടെ മധ്യത്തിലൂടെ നടന്നിട്ടും തങ്ങളുടെ നിത്യതയിൽ തങ്ങളെ എവിടെയാക്കുവാൻ കഴിയും എന്ന് തീരുമാനിക്കുവാൻ അധികാരമുള്ളവൻ തങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടും, ഹല്ലേലൂയ, തങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം അധികാരമുള്ളവൻ തങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടും, തങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം, അവസ്ഥകൾക്ക് ഭേദം തരുവാൻ തക്കവണ്ണം ഒരൊറ്റ നിമിഷം കൊണ്ട് ഹല്ലേലൂയ ജീവിതത്തെ മാറ്റുവാൻ കഴിവുള്ളവൻ അവരുടെ മധ്യത്തിലൂടെ നടന്നിട്ടും അവർക്ക് അവനെ കാണുവാനോ അറിയുവാനോ ഉൾക്കൊള്ളുവാനോ സ്നേഹിക്കുവാനോ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൈഡ്, അവരുടെ അഹന്ത, അവരുടെ കപടഭക്തി. നമ്മളെ മറന്നു പോകരുത്. They were looking, they just looked externally righteous, but their hearts were far from God. അവർ പുറത്ത് നോക്കിക്കഴിയുമ്പോൾ അവരുടെ നീതി അവരുടെ പുറത്ത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അവർ ദൈവത്തെക്കുറിച്ചുള്ള പാട്ട് പാടുന്നുണ്ട്, ദൈവസന്നിധിയിൽ കടന്നു വരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്, ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, ദൈവത്തിന്റെ നാമത്തിൽ പലതും അവർ ചെയ്യുന്നുണ്ട്, ദൈവനാമത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ചില പ്രമാണങ്ങൾ അവരനുസരിക്കുന്നുവെന്ന് അവർ സ്വയം അവകാശപ്പെടുന്നുണ്ട്. പുറത്തു നോക്കുമ്പോൾ എല്ലാ നീതികളും they were righteous externally. When people look into their lives, people say that yes, they are different from the rest of the people in the world. ലോകത്തിലുള്ള മറ്റു മനുഷ്യരെക്കാൾ ഇവർ വ്യത്യസ്തരാണ്. അവരുടെ ഭാവത്തിൽ, അവരുടെ രൂപത്തിൽ, അവരുടെ പ്രത്യക്ഷതയിൽ, അവരുടെ അപ്പിയറൻസസിൽ ഒക്കെയും they are different from the outside people. പക്ഷെ കർത്താവ് എന്തുവാ നോക്കുന്നതെന്നറിയാമോ? മനുഷ്യർ നോക്കുന്ന പോലെയല്ല കർത്താവ് നോക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ നമ്മൾ കണ്ടു, മനുഷ്യൻ നോക്കുമ്പോൾ മനുഷ്യൻ ചുങ്കക്കാരെയും വേശ്യകളെയും പാപികളെയും നോക്കിക്കൊണ്ട് മനുഷ്യൻ പറയുകയാണ് ഇവരെ ദൈവം സ്നേഹിക്കുന്നില്ല. പക്ഷെ ദൈവം അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇവരെ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷെ നിങ്ങളിൽ പലരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ രാത്രി ആഴമേറിയ ചില സത്യങ്ങൾ ഈ തിരുവചന ഭാഗത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുവാനായിട്ട് പോവുകയാണ് സഹോദരങ്ങളെ. Hallelujah. Today or tomorrow, sooner or later, we are going to face this reality. ഈ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ അധിക കാലതാമസമില്ലാതെ നമ്മളൊക്കെ ഈ കാണുവാൻ പോകുന്ന അനുഭവമാണിത്. കർത്താവിൻ്റെ വായിൽ നിന്ന് നാം നേരിട്ട് കേൾക്കുവാൻ പോകുന്ന അനുഭവമാണ്. നിനക്ക് ഈ ഭൂമിയിൽ ഞാൻ ചില വർഷങ്ങൾ ജീവിക്കുവാൻ തന്നു, എന്നെ അറിയുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ ഞാൻ തുറന്നു, നീ കേൾക്കുവാൻ തക്കവണ്ണം തിരുവചനം നിനക്കറിയാമെന്ന ഭാഷയിൽ നിന്നെ ഞാൻ കേൾപ്പിച്ചു, നിനക്ക് വായിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം തിരുവചന സത്യങ്ങൾ നിന്റെ കൈകളിൽ തന്നു, എത്രയോ തവണ നിന്റെ പാപങ്ങളെ ഞാൻ ക്ഷമിച്ചു എന്ന് നിന്നോട് പറഞ്ഞു, നിന്റെ വീഴ്ചകളിൽ നിന്നെ താങ്ങിക്കൊണ്ട് നിനക്ക് വീണ്ടും വീണ്ടും ഞാൻ അവസരങ്ങൾ തന്നു, എന്നിട്ടും നീ മാറിയില്ല, എന്നിട്ടും നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ഭേദം വന്നില്ല, എന്നിട്ടും നീ മാറാൻ തയ്യാറായില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ വാക്കുകൾ അധികം താമസിക്കാതെ നമ്മുടെ ചെവികളിൽ മുഴങ്ങുവാനായിട്ട് പോവുകയാണ്. കർത്താവ് വരുവാൻ തക്കവണ്ണം താമസമില്ല. ഇനിയും കർത്താവ് വളരെ അടുക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയത്തും കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ കേട്ടതുപോലെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുവാൻ ഏത് നിമിഷവും അത് തയ്യാറായിരിക്കുക. ഈ പ്രപഞ്ചം അതിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുക. ദൈവമക്കളെ, ഇന്നത്തെ രാത്രി ഈ തിരുവചനം കേൾക്കുമ്പോൾ സഹോദര സഹോദരി, വീണ്ടും ഒരു പുനർചിന്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഈ വചനത്തിന് നാം കീഴ്പ്പെടുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല എങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു അവസരം നമുക്കുണ്ടായി എന്ന് വരികയില്ല. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. കർത്താവ് പറയുക, യു സേ യു ആർ റൈച്ചസ്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നീതിമാന്മാരാണെന്ന്, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ദൈവത്തിന്റെ ജനമാണെന്ന്. പക്ഷേ ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, നിങ്ങളുടെ രീതികൾ കൊണ്ട്, നിന്റെ ഇടപാടുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു. എന്നാൽ അകന്നു പോയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ജനം
sinners and tax collectors who said once no to me. എന്നോട് നോ എന്ന് പറഞ്ഞിരുന്ന ഒരു ജനം, എന്റെ വഴികളെ അറിയാതിരുന്ന ഒരു ജനം, എന്നെ സ്നേഹിക്കാതിരുന്ന ഒരു ജനം, പാപത്തിന്റെ വഴികളിൽ നടന്നുപോയ ഒരു ജനം, ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലത്തേക്ക് അവർ കടന്നു വരുന്നത് നിങ്ങൾ കാണും. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദിസ് സ്റ്റോറി ഈസ് എ മിറർ. ഈ സ്റ്റോറി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കേട്ട ഈ സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു കണ്ണാടിയാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യുക. ഈ രണ്ട് മക്കളിൽ ആരാണ് ഞാൻ? ഈ രണ്ട് മക്കളിൽ ആരാണ് ഞാൻ? ആ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ട് 3 കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞ് ഈ ഭാഗത്ത് നിന്ന് പറഞ്ഞ് ഇരിക്കുവാനായിട്ട് പോകണം ഞാൻ ആഗ്രഹിക്കുക. ഞാനിത് പെട്ടെന്ന് പറയുമ്പോൾ ആരും കരുതരുത് ഇത് കാര്യഗൗരവമില്ലാത്തതാണെന്ന്. നോ, ദീസ് ആർ വെരി വെരി സീരിയസ് തിങ്സ് വി ആർ ഗോയിങ് ടു ലിസൺ ടുനൈറ്റ്. ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കുവാൻ പോകുന്നത് വളരെ ഗൗരവമേറിയ ചില വിഷയങ്ങളാണ്, വളരെ ആഴമേറിയ ചില ആത്മീക വിഷയങ്ങളാണ്. അതിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുളച്ചിറക്കുന്ന ചില വചനഭാഗങ്ങളാണ് ഇന്നത്തെ രാത്രി നമ്മൾ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനുമായിട്ട് പോകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാം പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. ഇവിടെ നോക്കിക്കേ, ആദ്യം നമ്മൾ കാണുന്നത് ഒരു മത്സരമാണ് കാണുന്നത്. ദൈവത്തിന്റെ ദയ ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹം വരുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആദ്യം കാണുന്നത്. ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർത്താവ് പറയുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്നിട്ട്, ആര്? ഈ അപ്പൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്നിട്ട്, മകനെ, ഇന്ന് നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്നവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. Here is a father. He had 2 sons. He went to the first one and said, my son, please go to the vineyard today. Serve me today. ഹല്ലേലൂയ. നീ ഇന്ന് എന്നെ സേവിക്ക്, നീ ഇന്ന് എനിക്ക് വേണ്ടി ജീവിക്ക്, നീ എന്റെ ശബ്ദം കേൾക്ക്, നിന്നെ എന്തിനു വേണ്ടി ഞാൻ ആക്കിയിരിക്കുന്നുവോ ആ വേല എനിക്ക് വേണ്ടി ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഐ വിൽ നോട്ട്. എനിക്ക് പറ്റത്തില്ല. ഒരു വ്യക്തി എനിക്ക് പറ്റത്തില്ലെന്ന് പറയണമെങ്കിൽ അതിന്റെ കാരണം അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു ചിലത് എനിക്ക് ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ഈ മുന്തിരിത്തോട്ടത്തിൽ പോകുന്ന സമയത്ത്, ഈ വേല ചെയ്യുന്ന സമയത്ത്, ആ സ്പെൻഡ് ചെയ്യുന്ന സമയം എനിക്ക് മറ്റു പലതിനും വേണ്ടി ഉപയോഗിക്കുവാനായിട്ടുണ്ട്. ഐ വിൽ നോട്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ മകൻ പറയാണ്, he answered and said, I will not, but afterward he repented and went. I tell you, my brothers, my sisters, ഒരു കാലത്ത് ദൈവത്തോട് നമ്മൾ പറഞ്ഞത് ഐ വിൽ നോട്ട് എന്ന്, അല്ലേ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം, ഞാൻ മീൻ ചെയ്ത് നമ്മുടെ ആയുസ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ റിസോഴ്സസും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം, ദൈവത്തെ സേവിക്കേണ്ടതിന് പകരം, അവന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യേണ്ടതിന് പകരം, നിത്യമായി നിലനിൽക്കുന്ന ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ് ഉപയോഗിക്കേണ്ടതിന് പകരം നാം നമുക്ക് വേണ്ടി ജീവിച്ച ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? ഇതെല്ലാം എന്റേതാണെന്ന് പറഞ്ഞത്, ഇതെല്ലാം എൻ്റെ അധ്വാനം കൊണ്ട് നേടിയതാണെന്ന് പറഞ്ഞത്, ഇതെന്റെ ബുദ്ധിശക്തി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യമാണെന്ന് പറഞ്ഞത്. നോക്ക്, മറ്റുള്ളവരെയൊക്കെ നോക്ക്, അവരെക്കാളൊക്കെ എനിക്ക് പലതും നേടുവാൻ കഴിഞ്ഞു, അവരെക്കാളൊക്കെ പല ലാഭങ്ങളും എനിക്ക് കൊയ്യുവാനായിട്ട് കഴിഞ്ഞു, അവരെക്കാളൊക്കെ പല പല അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയത്തിൽ പുകഴ്ന്നിരുന്നൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെയും നമ്മൾ ചെയ്തപ്പോൾ വാട്ട് വി വെയർ സേയിങ് വാസ് ദിസ്: നോ ടു ഗോഡ്. ദൈവത്തിന്റെ വിളികൾ പലപ്പോഴും വന്നു. ഈ ദൈവവചനം അനേക വർഷങ്ങളോട് നമ്മളോട് ഇടപെട്ടില്ലേ? ചെറുപ്പകാലത്ത് മുതലേ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലെ ശബ്ദം ഒന്നും കേൾക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായില്ല. കാരണം എന്ന് ചോദിച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചു. ഈ ഒന്നാമത്തെ മകന്റെ അതേ സ്വഭാവമാണ് നമ്മൾ കാണിച്ചത്. പ്രൈസ് ഗോഡ്. എന്നാലൊന്ന് മനസ്സിലാക്കി നോക്കിയേ, ഈ മകൻ പിന്നെ അവന് മാനസാന്തരം വന്നു. മാനസാന്തരം വന്നിട്ട് അവൻ അപ്പൻ്റെ ശബ്ദം കേട്ട് അപ്പൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന പലരും ഹല്ലേലൂയ ഈ അനുഭവത്തിലൂടെ കടന്നു വന്നവരാ. കർത്താവിൻ്റെ ശബ്ദം പല നാളുകൾ കേട്ടു, അന്നൊക്കെയും നോ പറഞ്ഞു, എന്നാൽ പിന്നെ മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. He was rebellion first, he was rude, he was resistant and he was disobedient. അനുസരണയില്ലാത്തവനായിരുന്നു, റൂഡായിരുന്നു, റെസിസ്റ്റന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും എതിർത്ത് നിന്നിരുന്നു, എല്ലാത്തിനും അവൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു.
എന്നാൽ അത് അവൻ്റെ ജീവിതത്തിൽ മാറി. മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഹിസ് ആക്ഷൻസ് മാറ്റേർഡ് മോർ ദാൻ ഹിസ് വേർഡ്സ്. ഹല്ലേലൂയ. അവൻ ആദ്യം നോ പറഞ്ഞുവെങ്കിലും പിന്നീട് അവൻ യേസ് പറയാനായിട്ട് നിൽക്കാതെ തൻ്റെ ജീവിതം കൊണ്ട് അവൻ യേസ് ദൈവത്തോട് പറഞ്ഞു. മനസ്സിലാക്കണമേ, അവൻ്റെ ജീവിതമായി യേസ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിസ് ആക്ഷൻ, ഇവിടെ ദൈവം ഞാൻ നോട്ട് ചെയ്തിരിക്കും, ഹിസ് ആക്ഷൻസ് മാറ്റേർഡ് മോർ ദാൻ ഹിസ് വേർഡ്സ്. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. താഴെ എന്താ പറ്റിയെന്നറിയാമോ? ആക്ഷനേക്കാൾ കൂടുതൽ വേർഡ്സ് അവന് വന്നത്. ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ പോയില്ല. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് വേർഡ്സ് അല്ല അവനെ, ഹല്ലേലൂയ, അവന് സന്തോഷവും സ്വീകാര്യവുമായിട്ടുള്ളത് നമ്മുടെ ജീവിതമാണ്. പുട്ടിങ് വേർഡ്സ് ഇൻ ടു ആക്ഷൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളായിട്ട് നമ്മുടെ വാക്കുകൾ മാറണം. ഞാൻ ചെയ്യാം 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 എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ചെയ്യാതിരിക്കുന്നതല്ല. പിന്നെയോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. 10,000 കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നുപോലും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ കാര്യം ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ 10,000 കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും. നമ്മൾ പാടുന്ന പാട്ടുകൾക്കകത്ത് നാം ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾക്കകത്ത് നാം ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിൽ നിന്നൊക്കെ, നമ്മുടെ ഫെലോഷിപ്പുകൾക്കകത്ത് നോക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്കകത്തൊക്കെ നോക്ക്, നമ്മുടെ ദൈവസന്നിധിയിൽ പറയുന്നതൊക്കെയും കർത്താവേ ഞാനത് ചെയ്യാം, ഞാനിത് ചെയ്യാം, ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നു. അതാണല്ലേ 10,000 കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നുപോലും ചെയ്യാതിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ എത്ര നല്ലതാണ് you say I will do it and do it, even if it is only one thing. The whole life നമ്മുടെ മൊത്തം ജീവിതത്തിൽ ഒരു കാര്യമേ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയുള്ളൂവെങ്കിൽ ആ ഒരു കാര്യം വളരെ മനോഹരമായി, ഹല്ലേലൂയ, വളരെ പെർഫെക്റ്റായി, വളരെ വ്യക്തതയോടുകൂടി കർത്താവിന് നമ്മൾ ചെയ്തു കൊടുക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ചെയ്യണം. He repented. ഹല്ലേലൂയ. ഒരു കാര്യം ചിന്തിക്കണമേ, he started with a no but he ended with an yes. ചിന്തിക്കണമേ, what is counted is not the beginning, what is counted is the end. How do you end your life is what is counted. ഹല്ലേലൂയ. എങ്ങനെ ജീവിതം തുടങ്ങുന്നു എന്നുള്ളതല്ല വിഷയം, എങ്ങനെ ജീവിതം അവസാനിക്കുന്നു എന്നുള്ളതാണ് വിഷയം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിച്ചു നോക്കിയേക്കാം, എൻ്റെ ജീവിതം ഇനി അവസാനിക്കാൻ കുറേ ഏറെ സമയമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഞാനൊന്ന് ഒരുങ്ങിയാൽ പോരായോ എന്ന്. നോ, ഇന്നത്തെ രാത്രി നമുക്കുള്ളതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ രാത്രി നമ്മൾ ഉറങ്ങി പ്രഭാതത്തിൽ എണീൽക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഏത് നിമിഷവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നേക്കാം. ഹല്ലേലൂയ. ഒരൊറ്റ നിമിഷം മതി. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കർത്താവിന്റെ ട്രംപറ്റ്, കർത്താവിന്റെ കാഹളം ധ്വനിച്ചേക്കാം. സോറി എന്നൊന്ന് പറയുവാൻ തക്കവണ്ണം പോലും കിട്ടത്തില്ല. കാരണം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ക്ഷണത്തിലാണ് സംഭവിക്കുന്നത്, അല്ലേ? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്ന കണ്ണിമിക്കുന്ന, അതായത് കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും എടുക്കത്തില്ലെന്ന്. കാഹളം ധ്വനിക്കും, പെട്ടെന്ന് പൊങ്ങുകയാണ്. ആര്? മരിച്ചവരാദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. ഇന്ന് പ്രഭാതത്തെ കേട്ടതുപോലെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. അവരോട് ചേർന്ന് ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ആ ചാൻസ് പോയാൽ പോയി. എവിടെയുണ്ട് കർത്താവേ, 1 മിനിറ്റ് എനിക്കൊന്ന് തന്നേ, ഞാനൊന്ന് മാനസാന്തരപ്പെട്ടിട്ടെന്ന് പറയാൻ എവിടെ സമയമുണ്ട് സഹോദര, സഹോദരി? Will you get time, a fraction of a second to say to the Lord, Lord, I am repenting, give me a chance? No. കാരണം ജീവിതകാലം മുഴുവനും അവസരങ്ങൾ തന്നു നമുക്ക്. അപ്പൊ എങ്ങനെ നമ്മൾ തുടങ്ങി എന്നുള്ളതല്ല വിഷയം, എങ്ങനെ നമ്മൾ അവസാനിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. നമ്മളത് മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇതുപോലെ വേറൊരു മകനെ നമുക്ക് കാണാം. വേറെ 2 മക്കളുണ്ട്. എവിടെയാണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ. ഇവിടെ മൂത്ത മകനാണ് പോകത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയത്. ഹല്ലേലൂയ. 2ാമത്തെ മകൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ല. പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. 2ാമത്തെ മകൻ എന്തറിയാമോ? ഇതേപോലെ പിതാവിനോടൊന്ന് മത്സരിച്ചു. ഹല്ലേലൂയ. നമുക്ക് 1 മിനിറ്റ് ആ ഭാഗത്തേക്കൊന്ന് പോകാം. ഈ 2 കഥകൾ, ഈ 2 പാരബിൾസ് നമ്മളൊന്ന് ചേർത്ത് കണക്ട് ചെയ്ത് മുന്നോട്ടൊന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. ലൂക്കോസിന് ശേഷം 15-ാം അധ്യായത്തിൽ അവിടെ 2 മക്കളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? ലൂക്കോസിന് ശേഷം 15-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 15
വേഴ്സ് 11 ഓൺവേർഡ്സ്, 11 വാക്യം മുതൽ, ലൂക്കോസിന് ശേഷം 15:11 മുതൽ പറയുന്നു, പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ശ്രദ്ധിച്ചു നോക്കണമേ. ഹിയർ ഈസ് എ ബോയ്. അവൻ അപ്പന്റെ അടുത്ത് എന്ന് പറഞ്ഞെന്നറിയാമോ? ഫാദർ ഗിവ് മീ. സാധാരണ പിതാവിൻ്റെ വസ്തുവകകൾ മക്കൾക്ക് ഭാഗം ചെയ്ത് കിട്ടുന്നത് പിതാവിൻ്റെ മരണശേഷമാണ്. അല്ലെങ്കിൽ പിതാവ് മനസ്സോടെ കൊടുക്കണം, അല്ലേ? ആരും ചെന്ന് പിടിച്ചു വാങ്ങിക്കത്തില്ല, അല്ലേ? അപ്പൊ പിതാവ് മരിക്കുന്നത് വരെ അവന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിതാവ് സ്വമനസാൽ എഴുതി തരുന്നത് വരെ അവന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഒരു സുപ്രഭാതത്തിൽ പിതാവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അപ്പാ, എനിക്ക് തരാനുള്ളത് ഈ തന്നേരം എന്ന് പറഞ്ഞാൽ ഐ വോണ്ട്, അവിടെ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാമോ? ഐ വോണ്ട് യുവർ ബ്ലെസ്സിങ് മോർ ദാൻ ഐ വോണ്ട് യു. ചിന്തിച്ചു നോക്കിയേ, എനിക്ക് നിന്നെയല്ല വേണ്ടത്, നിന്റെ ബ്ലെസ്സിങ് എനിക്ക് മതി. ചിന്തിക്കണമേ. ഹല്ലേലൂയ. എനിക്ക് അവകാശപ്പെട്ടതൊക്കെ ഇവൻ എന്തെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഈ അപ്പൻ ഉണ്ടാക്കിയത് അപ്പന്റെ അധ്വാനത്തിൽ അപ്പൻ ഉണ്ടാക്കിയതല്ലേ? ഈ മോന് പറയാൻ പറ്റുമോ എനിക്ക് അവകാശപ്പെട്ടത് ഇങ്ങനെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പന് വേണേ പറയാൻ പറ്റും, നീ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ നിന്നെ ഞാൻ വളർത്തിയതിന്റെ ചിലവ് ആദ്യം നീ ഇങ്ങോട്ട് താന്ന് പറയാൻ പറ്റും, അല്ലേ? അവനൊരു മോറലി സ്പീക്കിംഗ്, ധാർമ്മികമായി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ അപ്പന്റെ അടുത്ത് ചെന്ന് എനിക്ക് വരേണ്ടുന്നത് എനിക്ക് തായെന്ന് പറയുവാൻ തക്കവണ്ണം ഒരവകാശവും അവനില്ല. എന്നാൽ ഈ അപ്പന്റെ മകനായതുകൊണ്ട്, അപ്പന്റെ ഇൻഹെറിറ്റൻസിന് ഇവൻ അവകാശിയായതുകൊണ്ട് ഇവൻ അപ്പനോട് ചെന്ന് പറയുക, അപ്പാ, എനിക്ക് തരാനുള്ളത് ഇങ്ങ് തരണമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. He took his inheritance and went to a far country, a picture of a life going far away from God. ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ഈ മകൻ എന്ത് ചെയ്തെന്നറിയാമോ? അപ്പൻ കൊടുത്തതൊക്കെയും വാങ്ങിച്ചിട്ട് ഇവിടെ പറയുന്നു, ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തുവക നാനാവിധമാക്കി കളഞ്ഞു. ശ്രദ്ധിക്കണമേ സഹോദര സഹോദരി, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറുന്ന നിമിഷം നമ്മൾ ദുർമാർഗത്തിലായി പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ ദുർമാർഗത്തിൽ നമ്മൾ കടന്നു പോകാത്തത്? എന്തുകൊണ്ടാണെന്നറിയാമോ? ലോകത്തിൽ നോക്കിയിട്ട് പലരും ചെയ്യാത്തത്, പലരും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നില്ലെന്ന് പറയുന്നു. പലരും പോകുന്ന വഴികളിൽ ഞാൻ പോകുന്നില്ലെന്ന് പറയുന്നു. പലരും ജീവിതം നശിപ്പിക്കുന്ന പോലെ ഞാൻ നശിപ്പിക്കുന്നില്ലെന്ന് പറയുന്നു. അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള പല കുടുംബങ്ങളിലേക്കും നോക്കി, കൂടെ ജോലി ചെയ്യുന്ന പലരുടെയും ജീവിതങ്ങളിലേക്ക് നോക്കിയിട്ട് അവരുടെ ജീവിതം പോലെയല്ല എൻ്റെ ജീവിതമെന്നും അവരുടെ കുടുംബം പോലെയല്ല എൻ്റെ കുടുംബമെന്നും പറയുന്നതിന് കാരണം എന്നറിയാമോ? നാം ദൈവത്തോടുകൂടെ വസിക്കുന്നത് കൊണ്ടാണ്. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തെ നാം ഭയപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ ഈ ദൈവ സന്നിധിയിൽ നിന്ന് മാറുന്ന നിമിഷം എന്ത് പറ്റുമെന്നറിയാമോ? ലോകക്കാരിൽ ഒരു വ്യക്തിയെ പോലെ നമ്മളുമായിത്തീരും. അതാ ഈ മകന് പറ്റിപ്പോയത്. അവൻ അപ്പന്റെ ഭവനത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഹി വാസ് ഡിഫറെന്റ്. പക്ഷെ ഇവിടെ നോക്കുന്ന എന്താണെന്നറിയാമോ? അവൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന് വളരെ, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം കേൾക്കണമേ, അവൻ വളരെ ദൂരെ പോയി. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. ഹി വെന്റ് ടു എ ഫാർ കൺട്രി. അവിടെ ചെന്നിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തുവക നാനാവിധമാക്കി കളഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പിതാവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാറുന്ന നിമിഷം ദൈവത്തിന്റെ കൃപ നമുക്ക് നഷ്ടപ്പെടും. ദൈവത്തിന്റെ കൃപ, we will lose the grace the minute we reject God, the minute we rebelled with God, the minute we are taking our life into our own hands. What would happen? We will lose the grace and we will become a worldly person. നമ്മൾ മറന്നു പോകരുത്. മത്സരത്തിന്റെ ഏറ്റവും വലിയൊരു അപകടമായത് ദൈവത്തോട് മത്സരിക്കുമ്പോൾ നമ്മുടെ കൃപ നഷ്ടപ്പെടും. കൃപ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുക എന്നുള്ളത് അതിൻ്റെ അർത്ഥം. ആരും നമ്മളെ നിയന്ത്രിക്കുവാൻ പിന്നെയില്ല. ദൈവഭയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണമേ, പിതാവിനോടുകൂടെ വസിച്ചിരുന്ന ഒരു മകന്റെ കഥയായി പറയുന്നത്. ആദ്യം കേട്ടതും പിതാവിനോടുകൂടെ വസിച്ചിരുന്ന ഒരു മകന്റെ കഥയാണ്. കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പിതാവിനോടുകൂടെ വസിക്കുന്നു എന്ന് പറയുന്ന നമ്മളോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ ദൈവസന്നിധിയിൽ വസിക്കുന്നവരല്ലേ? ദൈവസഭയുടെ ഭാഗമല്ലേ? എന്നാൽ ഇന്നത്തെ രാത്രി നാം സ്വയം ഒന്ന് ശോധന ചെയ്തേ, നമ്മുടെ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കുന്നതാണോ? നാം കർത്താവിനെ ഭയപ്പെടുന്നതാണോ? കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം നമുക്ക് മതിയോ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവിനെ മാത്രം നമുക്ക് മതിയോ?
ഹല്ലേലൂയ. ഈ ദൈവസന്നിധിയിൽ നാം ദൈവത്തോടു കൂടെ ജീവിക്കുമ്പോൾ അവന് വേണ്ടി വേല ചെയ്യുവാൻ തക്കവണ്ണം നാം വിളിക്കപ്പെട്ടവരാണെന്ന്, അവനെ സ്നേഹിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണെന്ന്, എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നും നമ്മൾ ആരെങ്കിലും ദൈവത്തോട് ചോദിക്കുമോ, കർത്താവേ അങ്ങക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ? വിച്ച് വേ യു വാണ്ട് മീ ടു സെർവ് യു? വിച്ച് വേ യു വാണ്ട് മീ ടു വർക്ക് ഫോർ യു? Which way you want me to spend my life for you? എൻ്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഓർ ആർ വി ലിവിങ് ഫോർ അവർസെൽവ്സ്? നമ്മൾ നമുക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇതാ. നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ദൈവവേദനാണെന്ന് തോന്നുന്നുവെങ്കിൽ in a very short time we will go away from the presence of God. കാരണം എന്നറിയാമോ, അനുഗ്രഹിച്ചവനേക്കാൾ അധികം അനുഗ്രഹത്തെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. ഇന്ന് അനേകരുടെ ജീവിതത്തിൻ്റെ കുഴപ്പം അതാ. അവരനുഗ്രഹിച്ച ദൈവത്തെക്കാൾ അധികം ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്തു പറ്റി? അവർക്ക് ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഹല്ലേലൂയ. അവർക്ക് ദൈവവചനമെന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും ഭാരമായി തീരുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവം പറയുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം തരുന്ന നിബന്ധനകൾ, ദൈവം പറയുന്ന പ്രമാണങ്ങൾ അവർക്ക് വലിയ ഭാരമായി തീരുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ഇതിന് വെളിയിലൊന്ന് പോയാൽ മതിയായിരുന്നു. ഇത് കേട്ട് മടുത്തു. ഈ ഉപദേശങ്ങൾ, ഈ നിബന്ധനകൾ, ഈ പ്രമാണങ്ങൾ, ഇതൊക്കെ കേട്ട് മടുത്തു. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ സഹോദര സഹോദരി? ഹല്ലേലൂയ. പ്രാർത്ഥന ഭാരമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ആരാധന ഭാരമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ ഭാരമുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇളയ മകന്റെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൻ്റെ ഭവനം അവന് ഭാരമായി തീർന്നു. അപ്പനോട് പറയുക, എനിക്ക് അനുഗ്രഹം മാത്രം മതി, എനിക്ക് നിന്നെ വേണ്ട. അതുകൊണ്ടല്ലേ അവൻ അപ്പനെ വിട്ടു പോയത്. മറന്നു പോകരുത് സഹോദര സഹോദരി, ഇത് വലിയ അപകടമാണ്. ഹല്ലേലൂയ. ഇവൻ എന്ത് പറ്റിയെന്നറിയാമോ? ഇവൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഫ്രം പ്രോസ്പെരിറ്റി ടു ഫാമിൻ, സമൃദ്ധിയിൽ നിന്ന് ക്ഷാമത്തിലേക്ക് അവൻ പോയത്. ഹല്ലേലൂയ. ഈ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. എല്ലാം ചെലവഴിച്ച് കഴിഞ്ഞ ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്ന് തുടങ്ങി. ഹല്ലേലൂയ. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുട്ട് അനുഭവിച്ചിട്ടുള്ളവനല്ല അവൻ. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന വാക്യം നോക്കിക്കേ, verse 14. And when he had spent all, there arose a mighty famine in that land, and he began to be in want. He began to be in need. He started starving. അവൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അവൻ ആവശ്യം അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവൻ മേശയുടെ മുമ്പിൽ, അവൻ്റെ ഡൈനിങ് ടേബിളിൽ വന്ന ചേറയിൽ ഇരുന്നാൽ മതി, അവന് ഇഷ്ടമുള്ള ഭക്ഷണം ടേബിളിൽ വരുമായിരുന്നു. അവന് ഇഷ്ടംപോലെ വേലക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഒരു വാക്കിന് ചെവിയോർത്ത് അനേകരാ ഭവനത്തിലുണ്ടായിരുന്നു. അപ്പന്റെ ഭവനത്തിൽ he was living like a prince. ഒരു രാജകുമാരനെ പോലെ അപ്പന്റെ ഭവനത്തിൽ ജീവിച്ചവൻ ഇന്ന് എവിടെയാണെന്നറിയാമോ? ക്ഷാമത്തിന്റെ നടുവിലാണ്. ഹല്ലേലൂയ. ഇന്ന് അവിടെയാ നടക്കുന്നത്. പന്നികളുടെ മധ്യത്തിൽ അവൻ കഴിയുന്നത്. പന്നിയെ ഭവനത്തിനകത്ത് നമ്മൾ കൂട്ടുമോ? പന്നികളെ നമ്മൾ ആരെങ്കിലും ഭവനത്തിനകത്ത് കയറ്റുമോ? പന്നികൾ എവിടെയാണെന്നറിയാമോ? നമ്മൾ ചിന്തിക്കണം, മറ്റെത്രയോ മൃഗങ്ങളെ നമ്മൾ ഭവനത്തിനകത്ത് കയറ്റുന്നുണ്ട്. നായ്ക്കളെ ഭവനത്തിനകത്ത് കയറ്റും, ക്യാറ്റ്സ് പൂച്ചകളെ ഭവനത്തിനകത്ത് കയറ്റും, ബേഡ്സിനെ പലതിനെയും ഭവനത്തിനകത്ത് കയറ്റും. കന്നുകാലികളെ ആണെങ്കിൽ പോലും മക്കളെ പോലെ കരുതുന്നവരുണ്ട്. എന്നാൽ പന്നി എന്ന് പറയുന്നതിനെ നമ്മൾ എവിടെയാണ് നിർത്തുന്നതെന്നറിയാമോ? വളരെ അകലെ കുഴിച്ച് ഒരു വലിയ ഇതിനകത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ അതിനെ വീട്ടിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. വീട്ടിൽ കയറ്റിയാലും അതിന് വീട് ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്നറിയാമോ? അതിന് ചെളിവെള്ളമായി ഇഷ്ടം, അതിന് കൊഴിഞ്ഞു കിടക്കുന്ന മണ്ണായി ഇഷ്ടം. അത് തിന്നുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? നമുക്ക് പറയാനൊക്കെ ഡിസ്കസ്റ്റിംഗ്. എന്നാൽ ഈ മകനെ നോക്കിക്കേ, ഒരു കുബേര കുടുംബത്തിൽ പിതാവിനോടുകൂടെ അനുഗ്രഹത്തിൻ്റെ വഴികളിൽ ജീവിച്ചവൻ, പിതാവിനെ വേണ്ടെന്ന് പറഞ്ഞ്, പിതാവിൻ്റെ ഭവനം വേണ്ടെന്ന് പറഞ്ഞ്, പിതാവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോയവൻ എത്തിയത് എവിടെയാണെന്നറിയാമോ? ക്ഷാമത്തിന്റെ നടുവിൽ, പന്നികളുടെ നടുവിൽ. ഇന്ന് അനേക ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ അവസ്ഥ ഇതാ. ആത്മീയ ജീവിതത്തിൽ, ആത്മീക ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടൊക്കെയാണ് പോകുന്നത്? ആരുടെ കൂടെയൊക്കെയാണ് അവരുടെ സമ്പർക്കം? ഏതൊക്കെ വഴികളിലാണ് അവർ ജീവിക്കുന്നത്? ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ സഹോദരങ്ങളെ. നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നിങ്ങൾ നോക്കിക്കേ. അല്ലെങ്കിൽ ഈ വചനം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ.
നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ഏകാന്തകളിൽ, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ, in your private life, what all things that is going through your mind, what all things that you are desiring after, what all things you are dreaming for. Hallelujah. നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്തൊക്കെയാ? നിങ്ങളുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതല്ലേ? ചിന്തിച്ചു നോക്കിയേ. ഈ അവസ്ഥയിലേക്ക് അവൻ കടന്നു. He came down, he went down from the prosperity to famine. അതുമാത്രമല്ല, freedom to slavery. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിൽ നിന്ന് അവൻ അടിമത്തത്തിലേക്ക് പോയി. പിതാവിന്റെ ഭവനം അവൻ വിട്ടുപോയപ്പോൾ പിതാവിന്റെ ഭവനത്തിൽ he had freedom. He has authority there. There was someone there to listen to him. അവനെ കേൾക്കുവാൻ അവിടെ ആളുകൾ ഒരുപാടുണ്ട്. അവനാണ് അവിടുത്തെ അധികാരി. അവൻ ഇളയ മകനാണ്. അവൻ അപ്പന്റെ മകനാണ്. അവനവിടെ സ്വാതന്ത്ര്യമുണ്ട്. He had freedom there. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇന്ന് അവൻ സ്ലേവറിയാണ്. പന്നികളെ മേയിക്കുന്ന വേലയിൽ അവനെ വേറെ യജമാനനാക്കിയിരിക്കുക. അവനൊരു കൂലിക്കാരനാണ് അവിടെ. എന്താ അവന്റെ വേല? പന്നികളെ മേയിക്കുക. He was feeding the pig. He was a servant there. ദൈവസന്നിധിയിൽ നിന്ന് മാറുന്ന നിമിഷം we become a servant to sin. എല്ലാ ഡീമൺസും നമ്മുടെ മേൽ അധികാരികളായിട്ട് മാറും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവസന്നിധിയിൽ നിന്നൊരു വ്യക്തി മാറിക്കഴിയുമ്പോൾ, ദൈവകൃപയിൽ നിന്നൊരു വ്യക്തി വീണ് കഴിയുമ്പോൾ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിന്ന്, ദൈവജനത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് ഒരു മനുഷ്യൻ മാറിക്കഴിയുമ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥയാണിത്. അവൻ ക്ഷാമത്തിന്റെ അനുഭവത്തിലാണ്. എന്തുണ്ടാക്കിയാലും ഭവനത്തിൽ നിൽക്കത്തില്ല. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, അരിഷ്ടതയാണ്. ഹല്ലേലൂയ. അന്ധകാരമാണ്. ജീവിതത്തിൽ ഭയമാണ്. എപ്പോഴും മരണഭയമാണ്. ജീവിതത്തിൽ ഒരു ലൈറ്റിൽ ഒരു വെളിച്ചമില്ല. അതുമാത്രമാണ് അതിന്റെ മധ്യത്തിലും ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണമുള്ള മാനസാന്തരത്തിന്റെ അനുഭവം പോലും ആ വ്യക്തിയിലില്ല. കാരണം എന്തെന്നറിയാമോ? അവൻ ജീവിക്കുന്നത് പന്നികളുടെ കൂട്ടത്തിലാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടോ, എല്ലാത്തിനും അടിമയാണ്. അങ്ങനെയല്ലേ അനേകർ ആൽക്കഹോളിക്കായി മാറുന്നത്? അനേകർ അങ്ങനെയല്ലേ ഡ്രഗ് അഡിക്റ്റുകളായിട്ട് മാറുന്നത്? അങ്ങനെയല്ലേ ആവശ്യമില്ലാത്ത വൃത്തികേടുകൾ കാണാനും കേൾക്കുവാനും അത് അനുഭവിക്കുവാനും അതിനുവേണ്ടി പോകുവാനും തക്കവണ്ണം അതിന് അടിമകളായി തീർന്നത്? ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച വ്യക്തി ദൈവകൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം അടിമയായി തീർന്നു. മത്സരം വരുത്തുന്ന കുഴപ്പമോ? ചിന്തിക്കണം. ബിക്കോസ് ഓഫ് റിബെല്യൻ. ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനോട് നമ്മൾ റിബെൽ ചെയ്യുക. ഹല്ലേലൂയ. മനസ്സാന്തരപ്പെടുവാൻ അവസരങ്ങൾ ദൈവം തരുമ്പോൾ അതൊക്കെയും മാറ്റിവെക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സഹോദരങ്ങളെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? ഹല്ലേലൂയ. From fullness to emptiness. He was full when he was at Father's house. അവന്റെ പിതാവിന്റെ ഭവനത്തിൽ നോക്കിക്കഴിഞ്ഞേ he was full all the time. He was content. He was satisfied. He didn't lack anything at all. പിതാവിന്റെ ഭവനത്തിൽ അവൻ ഫുള്ളായിരുന്നു. അവൻ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അവന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അവന്റെ വാലറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അവന്റെ ബാഗ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എപ്പോഴും പണമുണ്ട്. ഹല്ലേലൂയ. ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പുഷ്ടിയുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. ഹല്ലേലൂയ. ഭക്ഷണത്തിൽ വയറ്റിൽ അവൻ വിശപ്പ് അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്നോ ഈസ് ടോട്ടലി എംപ്റ്റി. ഈസ് ടോട്ടലി ഹോളോ. അപ്പൻ്റെ ഭവനം വിട്ടാൽ, ദൈവത്തിൻ്റെ കൃപ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ, ഹല്ലേലൂയ, യു വിൽ ലാക്ക്. യു വിൽ ബിക്കം എംപ്റ്റി. യു വിൽ ബിക്കം ഹോളോ. യു വിൽ സ്റ്റാർട്ട് ബെഗിങ്. നീ യാചിക്കാൻ തുടങ്ങും. നീ യാചിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. നമ്മളത് മറന്നു പോകരുത് സഹോദരങ്ങളെ. ഫ്രം നൊബിലിറ്റി ടു റെച്ചഡ്നെസ്. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ബഹുമാന്യത. ദൈവം നമ്മുടെ മാനം അണിയിച്ചിരിക്കുക. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു നമ്മുടെ മാനം ദൈവം അണിയിച്ചിരിക്കുക. ഹി ക്ലോത്ത് വിത്ത് നൊബിലിറ്റി. ദൈവം നോബിളാക്കി നമ്മളെ മാറ്റിയിരിക്കുക. നമ്മൾ ദൈവമക്കളാണ്. ഹല്ലേലൂയ. നമ്മൾ തേജസ്സിനായി വിളിക്കപ്പെട്ടവരാ. പക്ഷെ ദൈവ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കണ്ടീഷൻ ബിക്കംസ് റെച്ചഡ്നെസ്. വായിലൂടെ വരുന്ന വാക്കുകൾ വേറെയാ, ചിന്തകൾ വേറെയാ, അല്ലേ? വായി നിറഞ്ഞ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ഈ പറയുന്നത് സത്യമല്ലേ? ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ജീവിച്ചിരുന്ന പലരുടെയും ഇന്നത്തെ അവസ്ഥകൾ അറിയാമോ? അവർ പറയുന്നത് എന്താന്ന് അവർക്ക് പോലും അറിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? മറ്റൊരു സ്പിരിറ്റ് അവരുടെ മേലേക്ക് വന്നിരിക്കുന്നു. They are controlled by another spirit. They were filled in and possessed by another spirit.
because the Lord has left them. They are no more living in the Father's house. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവവചനത്തിന് കീഴ്പ്പെട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട്, ദൈവസഭയോടുള്ള കൂട്ടായ്മയിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ സഭയുടെ കൂട്ടായ്മയാണ് പിതാവിൻ്റെ ഭവനമെന്ന് പറയുന്നത്. മറന്നു പോകരുത്. ദൈവജനത്തോടുകൂടെയുള്ള കൂട്ടായ്മയാണ് പിതാവിൻ്റെ ഭവനം. ഹല്ലേലൂയ, സ്തോത്രം. ആ കൂട്ടായ്മയിൽ നിൽക്കുന്നിടത്തോളം കാലം പിതാവിന്റെ ഭവനത്തിലാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, കൂട്ടായ്മയിലുള്ള ദൈവജനം എന്ന് പറയുന്നത് പിതാവിന്റെ മക്കളാണ്. പിതാവിന്റെ മക്കളോടുകൂടെ വസിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഭവനത്തിൽ വസിക്കുകയാ. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും കൂട്ടായ്മയെ വെറുപ്പായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്നവർ ആരെങ്കിലും ദൈവസഭ എന്ന് പറയുന്നത് ഭാരവും ഭയവുമായിട്ട് തോന്നുന്നുണ്ടോ? ദൈവത്തിന്റെ സഭയിലേക്ക് കടന്നു പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ? Is there anybody here who are hesitating to go to the church? Who are hesitating to be a part of the church? Who are hesitating to have fellowship with the people of God? ദൈവജനത്തോടുള്ള കൂട്ടായ്മയെ കാര്യമാക്കാതെ, കൂട്ടായ്മയെ ഗണിക്കാതെ, ആരെങ്കിലും ലോകത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെന്ന് സ്വയം പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നെ കേൾക്കുന്ന കൂട്ടത്തിൽ? You are not in Father's house. നീ പിതാവിന്റെ ഭവനത്തിലല്ല കേട്ടോ. പിതാവിനെ മാനിക്കുന്നവരുടെ കൂട്ടത്തിലല്ല നീ. പിതാവിനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നീ. പിതാവിനെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിലല്ല നീ. പിതാവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലല്ല നീ. നീ പിന്നെ ആരുടെ കൂട്ടത്തിലാ? ലോകത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, ലോകത്തിന്റെ വഴികൾ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിൽ. മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, പന്നികളുടെ അനുഭവത്തിൽ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. You are empty without God. Always remember, you are empty without God. ദൈവത്തെ നീ വിട്ടു കഴിഞ്ഞാൽ you become empty. Your situation starts deteriorating. മുമ്പേ പറഞ്ഞതുപോലെ ഫ്രീഡത്തിൽ നിന്ന് സ്ലേവറിയിലേക്ക് നീ വരും, നൊബിലിറ്റിയിൽ നിന്ന് റെച്ചഡ്നെസ്സിലേക്ക് വരും, ഫുൾനെസ്സിൽ നിന്ന് എംറ്റിയിലേക്ക് നീ കടന്നു വരും. ഹല്ലേലൂയ. നമ്മളത് മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അത് മാത്രമാണോ? ഹല്ലേലൂയ. പ്രോസ്പെരിറ്റിയിൽ നിന്ന് നീ ഫാമിനിലേക്ക് വരും, സമൃദ്ധിയിൽ നിന്ന് ക്ഷാമത്തിലേക്ക്, നിറവിൽ നിന്ന് ശൂന്യതയിലേക്ക് നീ വരും, സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമത്വത്തിലേക്ക് നീ വരും. ഹല്ലേലൂയ. അത് മാന്യതയിൽ നിന്ന് ഏറ്റവും ഹീനമായ അവസ്ഥയിലേക്ക് നീ വരും. ദൈവത്തെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയാൽ നമ്മൾ മറന്നു പോകരുത്. രണ്ടാമത് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, മാനസാന്തരത്തെക്കുറിച്ചുള്ള ശ്രേഷ്ഠമേറിയ ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു വ്യക്തിയിലേക്ക് മാനസാന്തരം കടന്നു വന്നപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? The first son repented and do the father's will. Hallelujah. ഇവിടെ നോക്കിയേ, കർത്താവ് ആ ഭാഗത്ത് പറഞ്ഞെന്താണെന്നറിയാമോ? ചുങ്കക്കാരും പാപികളും. ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ ആദ്യം വായിച്ചു കേട്ട ദൈവവചന ഭാഗം. അവിടെ കർത്താവ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ പറയുന്നു ചുങ്കക്കാരും. 31 വാക്യം, മത്തായിയുടെ സുവിശേഷം 21:31. ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പൻ്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്നവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണെന്നറിയാമോ ചുങ്കക്കാരും വേശ്യകളും മുമ്പായിട്ട് പോകുന്നു പറഞ്ഞാൽ? They are honest. They are not hypocrites. They are not actors. ഹല്ലേലൂയ. ദൈവസഭയുടെ മധ്യത്തിലിരുന്ന് ഞായറാഴ്ചയും ഇടസമയങ്ങളിലുള്ള പ്രാർത്ഥനകളിലൊക്കെ ഹല്ലേലൂയയും സ്തോത്രവും പറയുന്നവരെ പോലെ അല്ല ഈ ചുങ്കക്കാരും വേശ്യകളും. ചുങ്കക്കാരും വേശ്യകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആരെങ്കിലും റോഡിൽ കണ്ടു കഴിഞ്ഞാൽ അവർ സ്വയം പറയും ഞാൻ ചുങ്കക്കാരനാന്ന് പറയും. They never act. ഞാൻ അങ്ങനെ അല്ലെന്ന് പറയത്തില്ല. ഹല്ലേലൂയ. ഒരു സ്ത്രീ അവള് ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവൾ പറയും എനിക്ക് എൻ്റെ ജീവിതം ഇതാണെന്ന്. കാരണം നിങ്ങൾ അവളെ സ്ട്രീറ്റിൽ നിൽക്കുന്നത് കാണും, ലോകത്തിന് മുഴുവനും കാണാൻ പറ്റും അവൾ അങ്ങനത്തെ പണി ചെയ്ത് ജീവിക്കുന്നവളാണെന്ന്. അവൾ വേറെ ഒരു രീതിയിൽ ആക്ട് ചെയ്യത്തില്ല, അവൾ പ്രിറ്റൻഡ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഷീ ഈസ് നോട്ട് എ ഹിപ്പോക്രിറ്റ്, ഷീ ഈസ് എ ട്രൂ പേഴ്സൺ. Though she lives in sin, God loves honesty. ഹല്ലേലൂയ. പക്ഷേ ദൈവമക്കളെന്ന് പറയുന്ന നമ്മുടെ പലരുടെയും ജീവിതത്തിലേക്കൊന്ന് നോക്കിയേ, നമുക്ക് രണ്ട് മുഖമാണ്. വി ഹാവ് ടു ഫേസസ്, ഡ്യുവൽ പേഴ്സണാലിറ്റി. രണ്ട് തരത്തിലുള്ള വ്യക്തിത്വമാണ്. സഭയിൽ വരുമ്പോൾ ഒരു വ്യക്തിത്വം, സഭയ്ക്ക് പുറത്ത് മറ്റൊരു വ്യക്തിത്വം. പക്ഷേ ഈ സ്ത്രീകളെ നോക്കിക്കേ, ഈ വേശ്യകളെന്ന് പറയുന്നവരെ നോക്കിക്കേ, അവർക്ക് രണ്ട് വ്യക്തിത്വമില്ല, അവർക്ക് ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ. അകത്തും അവർ ആ പണിയാ ചെയ്യുന്നത്, പുറത്ത് ലോകം കണ്ടാലും അവൾ ആ പണിയാ ചെയ്യുന്നത്, അവരാ പണിയാ ചെയ്യുന്നത്. ചുങ്കക്കാരനെ നോക്കിയ പബ്ലിക്കൻസ്. ഈ ചുങ്കക്കാരനെന്നൊക്കെ പറഞ്ഞാൽ അന്ന് യഹൂദന്മാരുടെ മുമ്പിൽ ചുങ്കക്കാരെന്നൊക്കെ പറഞ്ഞ വലിയ പാപികളായിട്ട് അവർ കാണുന്നത്.
കാരണം എന്താണെന്ന് വെച്ചാൽ ചുങ്കക്കാരെന്ന് പറഞ്ഞ ടാക്സ് കളക്ടേഴ്സ്, ദേ വർ സെർവിങ് ദ റോമൻസ്. റോമൻ ഗവൺമെന്റ്സിനെ സെർവ് ചെയ്യുന്ന റോമൻ ഗവൺമെന്റിന് വേണ്ടി, റോമിലെ ചക്രവർത്തിക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നവരാണ്, പിടിച്ചു പറിച്ച് അവരുടെ നികുതി പിരിക്കുന്നവരാണ് ആര്? ഈ പബ്ലിക്കൻസ്, ഈ ചുങ്കക്കാര്. ഹല്ലേലൂയ. അവര് യഹൂദന്മാർ നോക്കുന്നുണ്ട്, എന്താ പറയുന്നത് അറിയാമോ? മറ്റുള്ളവരിൽ നിന്ന് എക്സ്ട്രോട്ട് ചെയ്യുന്നവര്, പിടിച്ചു പറിക്കുന്നവര്, അതുമാത്രമല്ല ജാതികളെ സേവിക്കുന്നവര്, ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കാത്തവര്. അതുകൊണ്ട് തന്നെ അവരെ എഴുതി തള്ളിയിരിക്കുക ചുങ്കക്കാര്. അതുകൊണ്ടാണ് ചുങ്കക്കാരും പാപികളും ചുങ്കക്കാരും വേശ്യകളും പോകത്തില്ലെന്ന് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ ചുങ്കക്കാരനെ നമുക്കറിയാം. ഒരു ചുങ്കക്കാരനെ കർത്താവ് തന്റെ അപ്പോസ്തലനായിട്ട് എടുത്തു. മത്തായിയെക്കുറിച്ച് നമുക്കറിയാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുപോലെ വേശ്യകളായിരിക്കുന്ന എത്രയോ പേര് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന്, നമുക്കറിയാം, ഒരു സ്ത്രീയെ കല്ലെറിയാനായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു, അല്ലേ? കർത്താവ് അവളെ രക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കല്ലെറിയാൻ വന്നവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെന്ന് പറഞ്ഞു. എല്ലാവരും കല്ലവിടെ താഴെ ഇട്ടിട്ട് അവരെല്ലാവരും പോയി. ആ സ്ത്രീ അവിടെ ഇരിക്കുന്നത് കണ്ടു. സ്ത്രീ മാത്രം ശേഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പോവുക, ഇനി നീ പാപം ചെയ്യരുത്. മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ, കർത്താവ് അവരുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഹോണസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ അത് വിഷയമല്ല. നമുക്ക് ഹോണസ്റ്റി അല്ല വിഷയം, നമുക്ക് അപ്പിയറൻസ് ആണ് വിഷയം, അല്ലേ? നമ്മളെപ്പോഴും പറയുന്നത് മറ്റാരും അറിയരുത് കേട്ടോ. നമ്മുടെ വിഷയം അതേ ഉള്ളൂ. മറ്റാരും അറിയാത്രത്തോളം കാലം നമ്മൾ സേഫാണ്, എന്ത് ചെയ്താലും. പക്ഷേ ദൈവം അറിയരുതെന്ന് നമ്മൾ പറയത്തില്ല. ദൈവം ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ഹി ഈസ് ലുക്കിംഗ് ഇൻ ടു യുവർ ഹാർട്ട്. ഇന്നത്തെ രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നീ ആരുമായിക്കൊള്ളട്ടെ, നീ ഈ ലോകത്തിൽ ഉള്ളവരുമായി ഏതെങ്കിലും പാപത്തിന്റെ വഴികൾ ജീവിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, വീണുപോയ വ്യക്തി ആയിക്കൊള്ളട്ടെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ ഒന്നാമത്തെ മകൻ പറഞ്ഞതുപോലെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു, പക്ഷേ പിന്നീട് ഞാൻ പോകാമെന്ന് പറഞ്ഞു മടങ്ങി പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പാ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ വേല ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ പോകത്തില്ലെന്ന്, പക്ഷേ ഇപ്പോൾ എനിക്ക് മാനസാന്തരം വന്നു, ഞാൻ വരികയാണ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഏതാഴത്തിലാണ് നീ വീണ് കിടക്കുന്നതെങ്കിലും, ഏതവസ്ഥയിലാണ് നീ പോയതെങ്കിലും, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിലവിളിച്ച് ഏറ്റു പറഞ്ഞാൽ ഞാൻ ഈ അവസ്ഥയിലാണെന്ന് സ്വയം സമ്മതിക്കുവാൻ നീ തയ്യാറായാൽ, നെവർ ബി എ ഹിപ്പോക്രിറ്റ്, ഒരിക്കലും ഒരു കപടഭക്തിക്കാരനായിരിക്കാതെ, കപടഭക്തിക്കാരിയായിരിക്കാതെ, കർത്താവേ എൻ്റെ കണ്ടീഷൻ ഇതാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുവാൻ നീ തയ്യാറായാൽ, കർത്താവിന് നിന്നെ മാറ്റുവാനായിട്ട് കഴിയും. നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും. ഇവിടെ നോക്കിയേ, അതാ ഇവിടെ സംഭവിച്ച ചുങ്കക്കാരും വേശ്യകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള കാരണം അവർ ആക്ട് ചെയ്യുന്നില്ല, അവർ സത്യസന്ധമായി ദൈവസന്നിധിയിലേക്ക് സമ്മതിച്ചു. നമുക്കറിയാം, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അവിടെ ഒരു പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നുണ്ട്, അല്ലേ? പരീശൻ അവിടെ വന്ന് നിന്നുകൊണ്ട് എന്തുവാ പ്രാർത്ഥിച്ചതെന്ന് നമ്മൾ കേട്ടു. ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, ഞാനോ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നയാളാ, പ്രാർത്ഥിക്കുന്നയാളാ, പതാരം ദശാംശം കൊടുക്കുന്നയാളാ, ഞാൻ ന്യായപ്രമാണം അനുസരിക്കുന്നയാളാ, ഞാൻ പ്രസംഗിക്കുന്നയാളാ, മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നയാളാ. പക്ഷെ അവൻ എങ്ങനെ? അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ടാണോ പോയത്? അല്ല. പക്ഷെ ആരാ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോയത്? ആ ചുങ്കക്കാരൻ. ചുങ്കക്കാരനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം, ഞാൻ സമയമില്ല ഭാഗത്തേക്ക് പോകാൻ, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചുങ്കക്കാരൻ ആലയത്തിൻ്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് ഉള്ളിലേക്ക് പോലും പോകാൻ മനസ്സില്ലാതെ, മുകളിലേക്ക് നോക്കുവാൻ കോണം കഴിയാതെ, ചങ്കത്തടിച്ച് മാറത്തടിച്ചുകൊണ്ട് കർത്താവിനോട് നിലവിളിച്ചു, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. അവൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് ദ റെവലേഷൻ ഈസ്. Hallelujah. Revelation means you come into the reality. You come into the truth where you know how far you are fallen, what you have become. നീയും ഞാനും എന്തായി തീർന്നു എന്നുള്ള റിയാലിറ്റിയിലേക്ക് വരുന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട്. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നത്. ഈ മനുഷ്യൻ പറഞ്ഞു, have mercy upon me, O Lord, the worst sinner. പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ ആ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പുകഴ്ചകളല്ല ദൈവസന്നിധി പറയേണ്ടത്. ഞാൻ ഇത്ര പേരോട് സുവിശേഷം പറഞ്ഞെന്നല്ല പറയേണ്ടത്. ഞാൻ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നല്ല പറയേണ്ടത്. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു എന്നല്ല പറയുന്നത്. എത്രയോ മണിക്കൂർ അങ്ങനെ സഭയെ സേവിക്കുന്നു എന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. അതൊക്കെയാ ഈ പരീശം എന്ന് പറഞ്ഞത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റു പറയണം.
നമ്മുടെ കുറവുകളെ ഏറ്റു പറഞ്ഞിട്ട് ദിസ് ഈസ് വാട്ട് മൈ പ്രോബ്ലം ലോർഡ്, ദിസ് ഈസ് വാട്ട് ഐ ആം റിയലി ഈസ് ബിഫോർ യു. അങ്ങനെ പറഞ്ഞാൽ കർത്താവെ ഞാൻ ഇതാകുന്നു, ഈ അവസ്ഥയിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ആ പന്നിക്കൂട്ടിലായിപ്പോയ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലും പറ്റിയത്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ അവൻ്റെ അവസ്ഥ 16-ാമത്തെ വാക്യത്തിൽ 15-16 ലൂക്ക് 15:16 നമ്മൾ പറയുന്നു, പന്നി തിന്നുന്ന വാളവരെ കൊണ്ട് വയറു നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് ഹി കെയിം ഇൻടു ഹിസ് സെൻസസ്. അതുവരെ അവന് സുബോധം കിട്ടിയില്ല കേട്ടോ, അവന് സുബോധം വന്നില്ല. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ റെവലേഷൻ അവന് കിട്ടില്ല. അവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. അവൻ്റെ കണ്ടീഷൻ അവൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ലെന്നുള്ള സത്യം അവൻ തിരിച്ചറിഞ്ഞു. എനിക്കൊരു പിതാവുണ്ട് എന്നുള്ളൊരു സത്യം അവൻ തിരിച്ചറിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്ന്, എൻ്റെ പിതാവിനൊരു ഭവനമുണ്ടെന്ന് ഹല്ലേലൂയ അവൻ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ എന്ത് പറ്റിയെന്നറിയാമോ? അവന് സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഐ ആം എംപ്റ്റി, ഐ ആം wretched, ഐ ആം എ സ്ലേവ്, ഐ ആം fallen. ആ റിയാലിറ്റിയിലേക്ക് അവൻ തിരിച്ചു വന്നു. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഡു യു വാണ്ട് എ ഡെലിവറൻസ്? നിനക്കൊരു വിടുതൽ ആവശ്യമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ നീ ഈ റിയാലിറ്റിയിലേക്ക് കടന്നു വരണം, സുബോധത്തിലേക്ക് കടന്നു വരണം. നീ ആയിരിക്കുന്ന ഇടം നിന്നെ നശിപ്പിക്കുന്ന ഇടമാ. ദൈവത്തെ കൂടാതെ നിനക്കൊരു ജീവിതമില്ല. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ശ്രേഷ്ഠമേറിയ ഒരു ജീവിത വഴിയിലേക്കാണ്, ഒരു വിശ്വാസത്തിന്റെ വഴിയിലാണ്, ഒരു പ്രമാണത്തിലേക്കാണ്, ഒരു ജനത്തോട് ചേർത്താണ്, ഒരു ജനത്തിന്റെ മധ്യത്തിലേക്ക് നീ കൊണ്ടുവന്നിരിക്കുക. ദൈവം പറഞ്ഞ പ്രമാണത്തിന് കീഴ്പ്പെടുവാൻ നിനക്ക് തയ്യാറാകണം. ആ ജീവന്റെ അവകാശിയായി നീ മാറണം. കർത്താവിന്റെ ഭവനത്തിൽ നീ വസിക്കണം, കർത്താവിന്റെ ആലയത്തിൽ നീ വസിക്കണം. അതല്ലേ ദൈവജനം ഒന്നിച്ചു കൂടുന്ന ആലയത്തെക്കുറിച്ച് യേശു പറഞ്ഞു എന്തോന്നറിയാമോ? എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ വാണിഭശാലയാക്കിയെന്ന. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് ദൈവജനം കൂടി വരുന്ന ആലയമാണ്. ദൈവത്തിൻ്റെ സഭയാണ് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയം. ആ ആലയത്തെയാണ് നമ്മളിൽ പലരും വെറുക്കുന്നത്. ആ ആലയത്തിലുള്ള ദൈവജനത്തോടുള്ള കൂട്ടായ്മയിൽ നിന്നാണ് നമ്മൾ അകന്നു പോകുന്നത്. ആരാണ് നമ്മളെ അകറ്റുന്നതെന്നറിയാമോ? പിശാച്. ചിന്തിക്കണം. ഇറ്റ് ഈസ് എ വെരി സീരിയസ് ഇഷ്യൂ, മൈ ബ്രദർ, മൈ സിസ്റ്റർ. Many times I don't speak to you personally because I know that some of you get offended. Hallelujah. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഈ മകന് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പലരും സൂക്ഷിക്കണം. ഈ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ദൈവസഭയുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണ്? എത്രമാത്രം ദൃഢമായിട്ടാണ് ദൈവത്തിന്റെ ആലയവുമായിട്ടുള്ള എൻ്റെ ബന്ധം? ദൈവത്തിന്റെ ആലയവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന കട്ടളമേലും ഭിത്തിമേലുമുള്ള ബന്ധമല്ല പറയുന്നത്. ദൈവത്തിന്റെ ആലയത്തിലെ ദൈവജനത്തോടുള്ള ബന്ധം, സഹോദരങ്ങളോടുള്ള ബന്ധം. ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, സഹോദരിമാരെ. ഇറ്റ് ഈസ് എ വെരി വെരി സീരിയസ് ഇഷ്യൂ. കർത്താവ് വരുന്നത് തൻ്റെ ജനത്തെ ചേർക്കാനാണ്. കർത്താവ് വരുന്നത് തൻ്റെ സഭയെ ചേർക്കാനാണ്. അതിന് മധ്യത്തിൽ വിള്ളൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരിക്കൽ ദൈവഭവനത്തിൽ സന്തോഷം അനുഭവിച്ച വ്യക്തി, ദൈവത്തിൻ്റെ കൂട്ടായ്മകളുടെ ഓഹരിക്കാരിയായ വ്യക്തി ഇന്നതിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. പ്രൈസ് ഗാഡ്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നു അവന് സുബോധം വന്നിട്ട് അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് കടന്നു. ഇവിടെ നിന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പം അവൻ കടന്നു വന്നത് അവൻ പോയതുപോലല്ല കേട്ടോ. അവൻ പോയത് എന്തായിരുന്നറിയാമോ? അഹങ്കാരിയായിട്ടാണ് പോയത്. നിന്റെ അനുഗ്രഹം മാത്രം മതി, നിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ അവൻ എന്തോ പറയുന്നതെന്നറിയാമോ? 18-ാമത്തെ വാക്യം, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കരുതിയാൽ മതി. ഇതാണ് ദ റിയൽ റിപ്പന്റൻസ്. എനിക്കൊന്നും അർഹതയില്ലെന്നുള്ള തിരിച്ചറിവ്. എനിക്കൊന്നിന് മാത്രമേ അർഹതയുള്ളൂ, നിത്യ നരകത്തിലെത്താനുള്ള അർഹത എനിക്കുള്ളെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ക്രെഡൻഷ്യലും എനിക്കില്ലെന്ന്. നമ്മൾ പലപ്പോഴും പലതിനും വേണ്ടി വാശി പിടിക്കുന്നത് എന്തെന്നറിയാമോ? നമുക്ക് ഏതാണ്ടിനൊക്കെ അർഹതയുണ്ടെന്നുള്ളതാണ്. നമ്മൾ പലരും ചിന്തിക്കുന്നത് നമുക്ക് ചില സ്ഥാനങ്ങളും മാനങ്ങളും ഉണ്ടെന്നാണ്. ആ സ്ഥാനവും മാനവും മറ്റുള്ളവർ തരുന്നില്ലെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഒഫൻഡഡ് ആവുന്നത്, അല്ലേ? ഏതായാലും നമ്മുടെ ദൈവസഭയിൽ അതൊന്നും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എന്തുകൊണ്ടാണെന്നറിയാമോ ഒഫൻഡഡ് ആകുന്നത്? മറ്റൊരാളെ നമുക്ക് മാനമുള്ളയാളാണ്, നമുക്കുള്ള മാനം മറ്റൊരാൾ തരുന്നില്ലെന്ന് നമുക്ക് തോന്നുമ്പോഴേ. എന്തു മാനമാണ് നമുക്കുള്ളത്?
കർത്താവ് തന്നതല്ലാതെ എന്തെങ്കിലും നമുക്കുണ്ടോ? ദൈവവചനം പറയുന്നു, വാട്ട് ഈസ് ദാറ്റ് യു ഹാവ് ഇൻ റിസീവ്ഡ്. നിങ്ങൾക്ക് ലഭിച്ചതല്ലാതെ എന്തുള്ളൂ? എനിക്കൊന്ന് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ചതല്ലാതെ നിങ്ങൾക്ക് എന്തുണ്ട്? നമ്മളൊന്ന് നോക്കിക്കേ സഹോദര സഹോദരി, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. നമുക്ക് കർത്താവ് തന്നതല്ലാതെ നമുക്ക് എന്തുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? ഈ ആരോഗ്യം ആരാ തന്നത്? കർത്താവാ തന്നത്. ഈ വിദ്യാഭ്യാസം തന്നതാരാ? കർത്താവാ തന്നത്. ധനം തന്നതാരാ? കർത്താവാ തന്നത്. ആയുസ് തന്നതാരാ? കർത്താവാ തന്നത്. നമുക്ക് ദൈവം തരാത്തതായിട്ട് എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? അത് നമ്മുടേതാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അഹങ്കരിക്കുവാനോ, അല്ലെങ്കിൽ അത് എനിക്കൊണ്ട് വേറൊരാൾക്കില്ല എന്ന് പറഞ്ഞ് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുവാനോ, മറ്റുള്ളവരെ അകറ്റി നിർത്തുവാനോ, നമ്മുടെ സർക്കിളിൽ പറ്റിയ ആളല്ല ഈ സഹോദരൻ എന്ന് പറഞ്ഞവരെ മാറ്റി നിർത്തുവാനോ എന്ത് പോഷരാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ഈ മകൻ ചെയ്തതിൻ്റെ കൂട്ട് അപ്പൻ്റെ അടുത്ത് തിരിച്ചു എന്ന് പറയാം, അപ്പ ഇനി അങ്ങയുടെ മകനാണെന്ന് പോലും വിളിക്കപ്പെടാനുള്ള യോഗ്യതയില്ല. നമ്മൾ ചില സഹോദരങ്ങൾ അങ്ങനല്ലേ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഒരു യോഗ്യതയും എനിക്കില്ല, ഒരു യോഗ്യതയും എനിക്കില്ല കർത്താവേ, അങ്ങയുടെ മകനാണെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യതയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ജീവിച്ച ജീവിതമോർത്താൽ, ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഓർത്താൽ അങ്ങയുടെ മകൻ എന്ന പേരിന് പോലും ഞാൻ യോഗ്യനല്ല. അതിനാ സുബോധം വരിക എന്ന് പറയുന്നത് കേട്ടോ. അതിനാണ് സുബോധം. ദാറ്റ് ഈസ് വാട്ട് യു കെയിം ഇൻ ടു യുവർ സെൻസസ്. നിന്റെ ബോധത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിപ്പൻറ്റൻസ്. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഹി കെയിം ടു ഹിസ് സെൻസസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടേണിംഗ് പോയിന്റ്. ട്രൂ റിപ്പൻറ്റൻസ് ഈസ് നോട്ട് ജസ്റ്റ് റിഗ്രറ്റ്, but realizing who we have become. Regret, അത് ചെയ്ത് തെറ്റായി പോയി എന്നുള്ള റിഗ്രറ്റ് അല്ല റിപ്പൻറ്റൻസ്. That regret must lead us to a movement, a turning point, a change of lifestyle. ഹല്ലേലൂയ. നമുക്ക് പലർക്കും റിഗ്രറ്റാണ് ഉള്ളത്. എന്താണെന്നറിയാമോ? ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. അത് ശരിയായി, ഇനിയിപ്പോൾ എന്തോ അടുത്തത്? There must be a change of lifestyle. റിപ്പൻറ്റൻസ് എന്ന റിഗ്രറ്റ് അല്ല. റിഗ്രറ്റ് ഒരു തുടക്കമാണ്. ആ റിഗ്രറ്റിൽ ജീവിക്കുകയല്ല, ഇനി ഞാൻ അങ്ങനെ ആകുന്നില്ല. ഇവിടെയും അങ്ങനെ നോക്കിയേ, അവന് വേണമെങ്കിൽ അവിടെ സുബോധം വന്നിട്ട് പന്നിക്കുട്ടി തന്നെ കിടക്കാമായിരുന്നല്ലേ. അവൻ പന്നിക്കുട്ടി കിടന്നില്ല, അവൻ എഴുന്നേറ്റിട്ട് അവൻ ഭവനത്തിലേക്ക് വന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പോയപ്പോഴെന്തായിരുന്നു? കാലിൽ നല്ല ഷൂസൊക്കെ ഉണ്ടായിരുന്നു, കയ്യെ ചെയിനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇതെല്ലാം വിറ്റെല്ലാം തൊലച്ചവൻ അല്ലേ? നല്ല ഉടുപ്പൊക്കെ ഇട്ടാണ് പോയത്. അങ്ങോട്ട് പോയപ്പോൾ നല്ലൊരു ബാക്ക് പാക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തിരിച്ചു വന്നപ്പോഴോ കാല ഷൂ ഉണ്ടോ? ഒരു ചെരുപ്പ് പോലും ഇല്ല. ഇട്ടേക്കുന്നതോ എവിടുന്നാണ് വരുന്നത്? പന്നിക്കുട്ടിയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. വേറെ ഉടുപ്പ് വാങ്ങിക്കാനുള്ള കാശ് അവൻ്റെ കയ്യിലുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ വാള വരെ തിന്നാതെ കിടന്നേനെ വരുന്നു. എന്തെങ്കിലും അവൻ്റെ കയ്യിലുണ്ടോ? ഇപ്പം തിരിച്ചു വരുന്നത് എങ്ങനെ? എന്ത് നാണത്തോടാ ലജ്ജയോടാ വരുന്നത്? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവസന്നിധിയിലേക്ക് അങ്ങനെ കടന്നു വരണം. അപ്പാ അങ്ങനെ സന്നിധി വരുവാനുള്ള യോഗ്യത എനിക്കില്ല. ഹല്ലേലൂയ. അങ്ങനെ സന്നിധി യോഗ്യതയില്ല. ചിലരൊക്കെ പറയും നമ്മൾ രാജകുമാരന്മാരാണ്. ദൈവസന്നിധിയിൽ പറയണം നമ്മൾ രാജകുമാരനാണ്. പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ രാജകുമാരനാക്കുന്നതിന് മുമ്പുള്ള നിൻ്റെ അവസ്ഥ പന്നിക്കൂട്ടിലായിരുന്നു എന്നുള്ളത് നീ മറക്കരുത്. കാരണം ഈ മകനെ പിടിച്ചിട്ട് മകൻ ഭവനത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, അപ്പൻ പറഞ്ഞു ഇവനെ കുളിപ്പിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്, എന്നിട്ട് അപ്പൻ്റെ കയ്യിലിരുന്ന മോതിരമൊക്കെ കൊടുത്തു. ഇപ്പോൾ അവൻ രാജകുമാരനായി. പക്ഷേ ഈ രാജകുമാരൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ട്, മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, ഒരു കൂലിക്കാരൻ്റെ സ്ഥാനമേ എനിക്കുള്ളത്. ഇന്ന് പലപ്പോഴും പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾ രാജകുമാരനാണെന്ന്. എന്നോട് പണ്ടൊരാൾ പറഞ്ഞു, നമ്മൾ രാജാവിൻ്റെ മക്കളാണ്, രാജകുമാരന്മാരെ പോലെ ജീവിക്കണം. നോ പ്രോബ്ലം, രാജകുമാരന്മാരെ പോലെ ജീവിച്ചു. പക്ഷേ അതിനു മുമ്പ് നീ പന്നിക്കൂട്ടിലായിരുന്നു എന്നുള്ള ബോധ്യം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. അത് മറന്നു പോകരുത്. നിന്റെ പഴയകാല അവസ്ഥയിൽ ദൈവം നിന്നെ വിടുവിച്ച വഴികളെ നീ ഓർക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? നീ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ആ അവസ്ഥയിൽ കിടക്കുന്നവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അകത്തിരുന്നു കൊണ്ട് പുറത്തുള്ളവരെ നീ ജഡ്ജ് ചെയ്യും. നീ ഹിപ്പോക്രിറ്റായിട്ട് മാറും, കപടഭക്തിക്കാരനായി മാറും. ഈ പരീക്ഷനെ പോലെയാകും. നിങ്ങൾക്കറിയാമോ, മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 50ഓളം ക്യാരക്ടറിസ്റ്റിക്സ്, പരീശന്മാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. കപടഭക്തിക്കാരുടെ ഏതാണ്ട് ഒരു 50ഓളം സ്വഭാവങ്ങളെ കുറിച്ച് 23-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. അതിനകത്തിൽ പറയുന്ന പല ക്വാളിറ്റീസും ദൈവമക്കൾ എന്ന് പറയുന്നത് നമ്മളിൽ പലർക്കുമുണ്ട്.
ഒരുപക്ഷെ എന്നിലും ഉണ്ടാകാം അതിനകത്ത് ചില കാര്യങ്ങൾ, ചില ക്യാരക്ടറിസ്റ്റിക്സ്. ഞാനത് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരം കടന്നു വരണം. അത് നമ്മൾ മറന്നു പോകരുത്. ആ മാനസാന്തരമാണ് ഹല്ലേലൂയ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. റിഗ്രറ്റ് അല്ല, മാനസാന്തരം. നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റൈല് മാറും, നമ്മുടെ സംസാര രീതി മാറും, നമ്മുടെ ചിന്താ രീതി മാറും. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ക്ലെയിം ചെയ്യത്തില്ല. കർത്താവ് എനിക്ക് എന്താ യോഗ്യത? നമ്മളൊക്കെ ആദ്യം ദൈവസഭയിലേക്ക് കടന്നു വന്ന ദിവസവും ഒന്ന് ഓർത്ത് നോക്കിയേ. സഭയിലുള്ളവർക്ക് ആർക്കും നമ്മളെ അറിയത്തില്ലായിരുന്നല്ലേ. നമ്മൾ വന്ന് ഏതോ പുറകിലൊരു ചെയർ വരിച്ചിട്ട് അവിടെ ഇരുന്നു. അന്നേരം നമ്മുടെ മനസ്സിൽ എന്തായിരുന്നു ചിന്ത? എന്തെങ്കിലും ക്ലെയിം ഉണ്ടായിരുന്നു? വി ആർ നോട്ട് സംബഡി, അല്ലേ? നമ്മൾ ആരുമല്ലെന്നുള്ളതാ. ആ കോണിലെങ്ങാനും വന്ന് നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം, അതല്ലേ ഉള്ളൂ നമ്മുടെ ചിന്ത. സ്ലോലി 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 ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് ഏതാണ്ടൊക്കെ സ്ഥാനം വേണമെന്നാ. ഇപ്പൊ നമ്മൾ പഴയ ആളൊന്നുമല്ല. നമുക്ക് വോയിസ് ഉണ്ട്, നമുക്ക് സ്ഥാനം വേണം, നമ്മുടെ വാക്കുകൾ കേൾക്കണം. ഇതൊന്നും തെറ്റാണെന്നോ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് ഓൾ യുവർ ചോയ്സ്. പക്ഷെ ഞാൻ പറയുന്നത് അന്നത്തെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മാറി. ടുഡേ വി ബിക്കം എ സംബഡി. ഞാൻ ഇന്ന് ആരോ അല്ലേ? ആ ചിന്ത ഉണ്ടാകുന്നുണ്ടോ നമുക്ക് ആർക്കെങ്കിലും സഹോദരങ്ങളെ? ഇന്ന് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ ആദ്യം ദൈവസഭയിൽ വന്നപ്പോഴുണ്ടായിരുന്ന എൻ്റെ ചിന്ത, ഹല്ലേലൂയ, കർത്താവേ, ഇതിൻ്റെ അകത്തേക്ക് വരാനുള്ള യോഗ്യത എനിക്കുണ്ടായല്ലോ, കർത്താവ് തന്നല്ലോ. ഈ ദൈവവചനങ്ങൾ കേൾക്കാൻ, എൻ്റെ കുടുംബം മാറാൻ, എൻ്റെ കുഞ്ഞുങ്ങൾ ഈ വചനം കേട്ട് വളരുവാൻ, ഇതിനൊന്നും യോഗ്യത എനിക്കില്ലല്ലോ കർത്താവേ. ഇതല്ലേ നീ ആദ്യത്തെ ആഴ്ചകളിലൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്? ഇതല്ലേ ആദ്യം സഭയിൽ കടന്നു വന്നിട്ട് ഭവനത്തിൽ കടന്നു എന്ന് ഭാര്യയോട് സംസാരിച്ചത്, ഭർത്താവിനോട് സംസാരിച്ചത് അല്ലേ? വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ സന്തോഷത്തോടല്ല പലരും സഭ വിട്ടു പോകുന്നത്. കാരണം എന്നാണെന്നറിയാമോ? നമുക്ക് നമ്മുടേതായ ചില ക്ലെയിമുകളുണ്ട്, നമുക്ക് നമ്മുടേതായ ചില സ്ഥാനങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ചില മാനങ്ങളുണ്ട്. ചിലർ നമ്മളെ മാനിക്കുന്നില്ല, ചിലർ നമ്മളെ ബഹുമാനിക്കുന്നില്ല, ചിലർ നമുക്ക് വില തരുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ മകനെ കണ്ട് നമ്മൾ പഠിക്കണം. അവൻ ഇതെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവൻ നഷ്ടപ്പെടുത്തി. ഇന്ന് അവൻ തിരികെ വന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം. അവൻ്റെ കയ്യിൽ നിന്ന് മോതിരം ദൈവം ഇട്ടിട്ടുണ്ട്, നല്ല വസ്ത്രം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നവൻ ആദ്യം വേലക്കാരോട് സംസാരിക്കുന്നുണ്ട്. അന്നൊക്കെ വേലക്കാരോട് സംസാരിക്കുന്നത് ധാർഷ്ട്യത്തോടായിരുന്നു സംസാരിച്ചല്ലേ. അവൻ ചോദിക്കുമായിരുന്നു ആരെവിടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴോ അവനും ഇറങ്ങി അവരുടെ കൂടെ പണി ചെയ്യും. കാരണം എന്നാണെന്നറിയാമോ? അവൻ്റെ ഹൃദയത്തിൽ അവൻ പറഞ്ഞത്, മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, വേലക്കാരിൽ ഒരാളെ പോലെ എന്നെ കണ്ടാൽ മതി. കാരണം അവൻ പന്നിയുടെ കൂട്ടത്തിൽ കിടന്ന് വേല ചെയ്തവൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴേ. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി ഇവിടെ പിതാവിൻ്റെ ഭവനത്തിൽ വേല ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദിസ് ഈസ് വാട്ട് ഈസ് ട്രൂ റിപ്പൻറ്റൻസ്. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെ മാത്രമേ ദൈവകൃപ നിലനിൽക്കത്തുള്ളൂ. യാക്കോബിൻ്റെ ലേഖനം 4:6 പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു എന്നാണ്. He resists the proud and gives his grace to the humble. താഴ്മയുള്ളവർക്കാണ് കൃപ നൽകുന്നത്. നമ്മളിൽ പലർക്കും കൃപകൾ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ താഴ്മയില്ല. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമാണ്, നമ്മുടെ സംസാരത്തിൽ അഹങ്കാരമാണ്, നമ്മുടെ ചിന്തകളിൽ അഹങ്കാരമാണ്, നമ്മുടെ ഭാവത്തിൽ അഹങ്കാരമാണ്. ഞാൻ ആരോ ആണ് എന്നുള്ളൊരു ഭാവം. ആരാ നീ? ഞാനും നീയും ആരുമല്ല സഹോദര സഹോദരി. ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാ ഓരോ പ്രഭാതത്തിലും ഉണരുന്നത്. ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാ ഓരോ ദിവസം ഫിനിഷ് ചെയ്ത് വൈകിട്ട് ബെഡിലേക്ക് കയറാൻ കഴിയുന്നത്. ഞാനും നീയും ആരുമല്ല. നോബഡി. ഇന്ന് നമ്മുടെ ഒരു ഫ്യൂണറൽ ശുശ്രൂഷ കണ്ടതല്ലേ രാവിലെ? ഹൗ എംപ്റ്റി മാൻ ഈസ്. മനുഷ്യൻ എത്ര ശൂന്യനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയാണ് ഓരോ ദിവസവും നമ്മളെ നിർത്തുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം നമ്മൾ അനുഭവിക്കുന്നത്. ഇന്ന് ഭവനത്തിൽ സ്വസ്ഥതയുള്ളത്, മുമ്പേ ഞാൻ കേട്ടത് പറഞ്ഞതുപോലെ, ഭവനത്തിൽ സ്വസ്ഥതയുള്ളത് ദൈവം നമ്മളോടുകൂടെ വസിക്കുന്നത് കൊണ്ടാണ്. മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരുമ്പോൾ കൃപ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ജീവിതത്തിൽ പല വഴികളിലൂടെ, മുമ്പേ പറഞ്ഞതുപോലെ, നമ്മൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകട്ടെ. ലാസ്റ്റിൽ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നിർത്തുവാനായിട്ട് കാര്യം. എ ഹാർഡൻഡ് ഹാർട്ട്
ലീഡ്സ് ടു റിസെൻമെൻറ്റ്. ഈ രണ്ട് കഥകളിലൂടെ, ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ലെങ്കിൽ ഉപമകളിലൂടെ നമ്മൾ പഠിക്കുന്നത് ഒരു ഹാർഡിൻ്റെ ഹാർട്ട്, അതായത് ഹൃദയം കഠിനമാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലീഡ്സ് ടു റിസെൻമെൻറ്റ്. റിസെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അമർഷം, നീരസം. അമർഷം വരിക എന്ന് പറഞ്ഞാൽ എന്ത്? നമുക്ക് അമർഷം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? നമ്മൾ പല്ല് കടിക്കും, നിലത്തിട്ട് ചവിട്ടും, ചിലപ്പോൾ കസാരയൊക്കെ തള്ളിയിട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ വീടുകളിൽ? ഉണ്ടോ? പ്ലേറ്റൊക്കെ വലിച്ചെറിയും, കഥയൊക്കെ വലിച്ചടയ്ക്കും. ചിലർ പൊതുവേ ഇത് കാണിക്കത്തില്ല, പക്ഷെ അകത്ത് ഇതൊക്കെ കാണിക്കും. ശരി, പുറത്ത് കാണിച്ച പേര് പോരുമല്ലോ, റെപ്യൂട്ടേഷൻ പോകും അല്ലേ? അതുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡ് നമ്മുടെ അകത്ത് കാണിക്കും. മനസ്സിലായല്ലോ? 4 ചീത്ത വിളിക്കാൻ പുറത്ത് പറ്റത്തില്ല, പക്ഷെ അകത്ത് വിളിച്ചുകൊണ്ടിരിക്കും അല്ലേ? ജഡ്ജ് ചെയ്യാൻ പുറത്ത് പറ്റത്തില്ല, പക്ഷെ അകത്ത് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. കഥകൊന്നും വലിച്ചടയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ അകത്തെ ഭാവം അങ്ങനെയാണ്, വലിച്ചടയ്ക്കും. നമ്മൾ എഴുന്നേറ്റ് പോകണമെന്നുണ്ട്, പക്ഷെ എല്ലാവരും വല്ലതും പറയുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കും, കുനിഞ്ഞിരിക്കും. റിസെൻമെൻറ്റ്, ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. ഇറ്റ് വിൽ കിൽ യു മൈ ബ്രദർ, മൈ സിസ്റ്റർ. It will kill your spirituality. It will take you to eternal hell. അതാണ് ഈ രണ്ടാമത്തെ കഥയിൽ മൂത്ത മകന് സംഭവിച്ചത്. മൂത്ത മകൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇളയ മകനെ അപ്പൻ സ്വീകരിച്ചത് മൂത്ത മകന് ഇഷ്ടപ്പെട്ടില്ല. അവൻ കോപിച്ചു അല്ലേ? ഇത്തിരി കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. അവൻ കോപിച്ചു. അവൻ വയലിൽ നിന്ന് മടങ്ങി വരികയാണ്. വയലിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ വീടിനുള്ളിൽ വലിയ ആഘോഷം നടക്കുക. നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം പഠിക്കണം, ഇപ്പൊ പറഞ്ഞ ഭാഗത്തിന് താഴെ. അപ്പന് ഇളയ മകനെ സ്വീകരിച്ചത് മൂത്ത മകൻ ഇഷ്ടപ്പെട്ടില്ല. മൂത്ത മകൻ വന്നിട്ട് വെളിയിൽ വന്ന് നിന്നു. വെളി വന്ന് അകത്ത് വീട്ടിനകത്ത് ഈ ബഹളവും പാട്ടും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം അടുത്തുനിന്ന് വേലക്കാരോട് ചോദിച്ചു, എന്തോ അകത്ത് നടക്കുന്നത്? പുള്ളിക്ക് ആദ്യം തോന്നി ഇത് എൻ്റെ വീടല്ലെന്നാണ് തോന്നിയത് അല്ലേ, ഇതെന്തു അകത്ത്. അപ്പോൾ ഒരു വേലക്കാരൻ പറഞ്ഞു, എന്തെന്നറിയാമോ? നിന്റെ ഇളയ ആളുണ്ടല്ലോ, നിന്റെ അനിയനുണ്ടല്ലോ, നിന്റെ ബ്രദറുണ്ടല്ലോ, മടങ്ങി വന്നു. പിതാവ് അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. പിതാവ് അകത്ത് ഫീസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിതാവ് ഭയങ്കര വീട് മുഴുവൻ അടങ്ങാൻ സന്തോഷിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പനോട് കൂടെ സന്തോഷിക്കേണ്ടവൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ കോപിച്ച് പുറത്ത് തന്നെ നിന്നു. അവൻ കോപിച്ച് പുറത്ത് നിന്ന്. മുമ്പേ പറഞ്ഞിട്ടുണ്ട് റിസെൻമെൻറ്റ്, തൃപ്തിയില്ലായ്മ, വാശി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അത് അപകടമാണ്. നമ്മളത് തകർക്കും. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വെളിയിൽ പോയ എല്ലാം നശിപ്പിച്ച് കളഞ്ഞ, പന്നിക്കൂട്ടി കിടന്ന, അപ്പനെ വേദനിപ്പിച്ച, അപ്പൻ്റെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞവൻ ഇപ്പൊ കൃപയാൽ ഭവനത്തിനകത്തായി. ഇത്രയും കാലം അകത്ത് നിന്നവൻ ഇപ്പൊ എവിടെയായി? പുറത്തായി. ഇതാണ് അന്ത്യനാളിൽ സംഭവിക്കാൻ പോകുന്നത്. മുമ്പന്മാർ പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരുമായി മാറും. നിങ്ങൾ നോക്കി, ആദ്യം പറഞ്ഞതിനകത്തേക്ക് ഞാനത് വരാം. അതും ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ നിർത്തുകയാണ്. ആദ്യം കേട്ടതിനകത്ത് നോക്കിയേ, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ രണ്ടാമത്തെ മകൻ എന്താ പറഞ്ഞെന്നറിയാമോ? സെക്കൻഡ് സൺ ലുക്ക്ഡ് റെസ്പെക്ട്ഫുൾ. എന്താണെന്നറിയാമോ? രണ്ടാമത്തവൻ പറഞ്ഞതെന്നറിയാം അപ്പനോട്. അപ്പം പറഞ്ഞു, മുന്തിരിത്തോട്ടത്തിൽ പോകുമോനെന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞു, എന്താണെന്നറിയാമോ? അപ്പാ ഞാൻ പോകാം. അപ്പാ ഞാൻ പോയോ? അവൻ്റെ കൂട്ടുകാർ വന്ന് വിളിച്ചു ക്രിക്കറ്റ് കളിക്കാൻ. അപ്പൻ്റെ കാര്യം പറഞ്ഞിട്ട് അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോയി. ക്രിക്കറ്റ് കളിക്കാരൊന്നും എന്നെ ഒന്നും പറയരുത്, നിങ്ങളെക്കുറിച്ചല്ല, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പനെക്കാട്ടി വലുത് അവനിക്ക് ക്രിക്കറ്റാണ് കേട്ടോ അല്ലേ? അപ്പം വിളിച്ചപ്പോഴാണ് ഫുട്ബോൾ മാച്ച് ടി വിക്കകത്തുണ്ടെന്ന് അറിഞ്ഞത്. മറന്നുപോയി അപ്പൻ പറഞ്ഞത് ഫുട്ബോൾ മാച്ചിൻ്റെ കാര്യം. ഫുട്ബോൾ മാച്ചിന് കൂടിയിരിക്കുക അല്ലേ? വീഡിയോ ഗെയിം കളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പൻ ഏതാണ്ട് കാര്യം വിളിച്ച് പറഞ്ഞ്, ഓക്കെ അപ്പാ ഞാൻ ചെയ്യാം ഇപ്പം. പക്ഷെ വീഡിയോ ഗെയിമിന് അഡിക്റ്റായിപ്പോയി. മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അപ്പൻ പറഞ്ഞ കാര്യം ചെയ്യുന്നില്ലല്ലോ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അപ്പൻ പലതും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ അതിനേക്കാൾ വലിയ പ്രയോറിറ്റിയിലാണ് നമ്മളിപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അല്ലേ? അപ്പൻ്റെ വേലയിലാകാൻ തക്കവണ്ണം അപ്പൻ്റെ ഭവനത്തിലാക്കിയവരാ നമ്മൾ. ദൈവസഭയ്ക്കുള്ളിലേക്ക് കർത്താവ് കൊണ്ടുവന്നു, അപ്പൻ്റെ ഭവനത്തിനകത്തേക്ക് കൊണ്ടുവന്നു. പക്ഷേ നമ്മുടെ പ്രയോറിറ്റീസ് പലതും മറ്റു പലതുമാണ്. പക്ഷേ ഇവൻ്റെ വാക്കുകൾ കേട്ടോ റെസ്പെക്റ്റബിൾ അല്ലേ? ഇപ്പോൾ ആരെങ്കിലും മൂന്നാമതൊരാൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയെന്ന് വെച്ചാൽ, അപ്പൻ 2 മക്കളോട് പറഞ്ഞു, മോനെ നീ എൻ്റെ വേല പോയി ചെയ്യുന്നു. അവൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ പോകാം. ഇവരിൽ ആരെയായിരിക്കും ഈ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്?
രണ്ടാമത്തെ ആളാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാവരെയും ലോകക്കാരും നോക്കിയിട്ട് ഒരു പക്ഷേ റെസ്പെക്റ്റ് ചെയ്യും. നോക്കണ്ടോ, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഇവർ ചെയ്യുന്നു, സുവിശേഷം കേട്ടിട്ട് ഇവരകത്ത് വന്നു. പക്ഷേ കർത്താവിനറിയാം നമ്മുടെ ഹൃദയങ്ങളൊക്കെ എവിടെ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണെന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇത് നമ്മൾ മറന്നു പോകരുത്. സേയിങ് റൈറ്റ് തിങ്സ് ബട്ട് ഡൂയിങ് റോങ് തിങ്സ്. സേയിങ് റൈറ്റ് തിങ്സ്. സൺഡേ മോർണിംഗിൽ നമ്മൾ പറയുന്നതെല്ലാം, സഭയ്ക്കകത്ത് പറയുന്നതെല്ലാം റൈറ്റ് തിങ്സ് മാത്രമാ. പക്ഷെ മൺഡേ മുതൽ സാറ്റർഡേ വരെ നമ്മൾ ചെയ്യുന്നതെല്ലാം റോങ് തിങ്സ്. ശരിയല്ലേ? ഞായറാഴ്ച സഭയ്ക്കകത്തുനിന്ന് പറയുന്നതെല്ലാം കറക്റ്റാ, ശരിയായ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പാടുന്ന പാട്ടിനകത്ത് മിസ്റ്റേക്ക് ഇല്ല, നമ്മുടെ പ്രസംഗങ്ങൾക്കകത്ത് മിസ്റ്റേക്ക് ഇല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് മിസ്റ്റേക്ക് ഇല്ല, നമ്മുടെ പ്രബോധനങ്ങൾക്കകത്ത് മിസ്റ്റേക്ക് ഇല്ല, ഒന്നിനകത്തും മിസ്റ്റേക്ക് ഇല്ല. പക്ഷെ കുഴപ്പം എന്താണെന്നറിയാമോ? തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള നമ്മുടെ ജീവിതം മൊത്തം കുഴപ്പമാണ്. സേയിങ് റൈറ്റ് തിങ്സ് ബട്ട് ഡൂയിങ് റോങ് തിങ്സ്. ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക്സ് ഈസ് ഡെഡ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. പ്രവൃത്തി നമുക്കില്ലെങ്കിൽ, പറച്ചിൽ മാത്രമേ നമുക്കുള്ളെങ്കിൽ, ഹല്ലേലൂയ, അത് നിർജീവമാണ്, ഡെഡാണ്. നമ്മൾ ചിന്തിക്കണമേ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, 10,000 കാര്യങ്ങൾ പറയാതെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യും. ഞാൻ കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിക്കും. 10,000 കാര്യത്തിൽ കൊണ്ട് കൈവച്ചിട്ട് ഒരു കാര്യവും ചെയ്യാതെ എല്ലാം നശിപ്പിച്ച് നാശമാക്കിയതിനേക്കാൾ എത്ര നല്ല ഒരു കാര്യം ചെയ്യുക ആത്മാർത്ഥതയോടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലിപ് സർവീസ് വിത്തൗട്ട് ലൈഫ് സർവീസ് ഈസ് ഹിപ്പോക്രസി. ലിപ് സർവീസ്, ലിപ് സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. എന്തോരം ഭയങ്കര പാട്ടുകളൊക്കെയാണ് നമ്മൾ പാടുന്നത്. ലിപ് സർവീസാണ്, മറ്റു ചിലവൊന്നുമില്ലല്ലോ. നാക്കനയ്ക്കാ പോരെ, ചുണ്ടനയ്ക്കാ പോരെ. ലിപ് സർവീസ് വിത്തൗട്ട് ലൈഫ് സർവീസ്, ഗിവിങ് ഇല്ല. അത് കോസ്റ്റ്ലിയാണ് കേട്ടോ. ജീവിതം കൊടുക്കുക എന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലവുള്ള കാര്യമാണ്. ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നതിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാ. നമ്മൾ ജീവിച്ചിട്ട് പറയണം. ദാറ്റ് ഈസ് സാക്രിഫിഷ്യൽ ലൈഫ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ഇപ്പോൾ ഇനി ചിന്തിക്കണം, കർത്താവേ, എൻ്റെ പറച്ചിലാണോ കൂടുതൽ, എൻ്റെ ജീവിതമാണോ കൂടുതൽ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇതാ, കർത്താവിനെ കുറിച്ച് പറഞ്ഞത് അവൻ പ്രവർത്തിച്ചതും പ്രസംഗിച്ചതും എന്നല്ലേ, ചെയ്തതും പഠിപ്പിച്ചതും, അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഹി ഡിഡ് ആൻഡ് പ്രീച്ച് എന്നുള്ള വേർഡിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രികാലം ഈ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചേ, ഈ 2-ാമത്തെ മോൻ്റെ കൂട്ട് പോകാം അപ്പ എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്നവരാണോ നമ്മൾ? ചെയ്യാം അപ്പ എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നവരാണോ നല്ലത് നമ്മൾ? ആണോ? ആണെങ്കിൽ നമ്മൾ പുറത്താണ്. പിതാവിൻ്റെ ഇഷ്ടം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ചോദിച്ചു, നിങ്ങൾ തന്നെ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ്? നിങ്ങൾ തന്നെ പറ, നിങ്ങൾ തന്നെ പറ. എന്നിട്ടാണ് വേശ്യകളെക്കുറിച്ചും പബ്ലിക്കൻസിനെ കുറിച്ചും ചുങ്കക്കാരെ കുറിച്ചും പറഞ്ഞ് 1-ാമത്തെ മകൻ്റെ സ്വഭാവമാണ് കാണിച്ചത്. ഒക്കെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ മാനസാന്തരപ്പെട്ടു വന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ കർത്താവ് കാണുന്നു. കർത്താവ് നമ്മളോട് ഇടപെടട്ടെ. ഇവിടെ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, മെനി ഓഫ് us say yes but never do. ഈ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ഇളയ മകനെ ഇന്ന് ലോകം വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? പ്രോഡിഗൽ സൺ എന്നാ. കർത്താവ് അവനെ പ്രോഡിഗൽ സൺ എന്ന് വിളിച്ചില്ല, പക്ഷെ നമ്മൾ അവനെ വിളിക്കുന്നത് ഇതാണ്. മനുഷ്യൻ നോക്കുന്നതും ദൈവം നോക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ദൈവവചനത്തിൽ എവിടെയും എഴുതിയിട്ടുണ്ടോ മുടിയനായ പുത്രനെന്ന്? പക്ഷെ ആരാ പേരിട്ടെ മുടിയനായ പുത്രനെന്ന്? കാരണം അവൻ മടങ്ങി വന്നത് നമുക്കാർക്കും ഇഷ്ടമല്ല. അവന് വന്ന് മാനസാന്തരം ഉൾക്കൊള്ളാൻ ലോകത്തിന് പറ്റത്തില്ല. അപ്പം ലോകം ഇപ്പോഴും അവനെ മുടിയനായ പുത്രനെന്നാണ് വിളിക്കുന്നത്. കർത്താവ് ഒരു കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപം കർത്താവ് ക്ഷമിച്ചു, അവനെ വിശുദ്ധനാക്കി മാറ്റി. നമ്മളിപ്പോഴും പറയുന്നത് അവനെക്കുറിച്ച് എന്തോ പറയുന്നത് വലത്ത് ഭാഗത്തെ കള്ളൻ. വലത്ത് ഭാഗത്തുള്ള ആളാന്ന് പോലും വചനം പറഞ്ഞിട്ടില്ല. നമ്മൾ അവനൊരു പേരിട്ടു, കള്ളൻ. 2-ാമത്തത് വലത്ത് ഭാഗത്ത്. ഇതാ മനുഷ്യൻ്റെ നേച്ചർ ദൈവമക്കളെ, അല്ലേ?
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾക്കറിയാം കുടിയനായിരിക്കുന്ന ഒരു സഹോദരൻ മദ്യപാനമൊക്കെ കഴിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് ദൈവസഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ പിന്നെയും കുടിയനായിട്ട് അറിയപ്പെടുന്നു അല്ലേ? പുള്ളിയെക്കുറിച്ച് ആരോടെങ്കിലും പരിചയപ്പെടുന്നത് നമുക്കറിയില്ല. പുതിയതായിട്ട് വന്ന ബ്രദറുണ്ടല്ലോ, മനസ്സിലായില്ലല്ലോ. ആ പൊക്കം കുറഞ്ഞ്, ചില വണ്ണം കുറഞ്ഞ്, വണ്ണമില്ലാത്ത പൊക്കം കുറഞ്ഞ ഒരാളുണ്ട്, പണ്ട് കുടിയനായിട്ട് നടന്ന ആൾ. കുടിയൻ മറക്കത്തില്ല. പക്ഷെ കർത്താവ് കാണുന്നത് നേരെ തിരിച്ച്. ഞാൻ എന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് മനുഷ്യൻ കാണുന്നത് പോലെയല്ല സ്വർഗത്തിലെ ദൈവം നമ്മളെ കാണുന്നത്. അവൻ പഴയതിനെ കംപ്ലീറ്റ് മായ്ച്ചു കളഞ്ഞിരിക്കുക. ഹി ഗിവ്സ് us a new identity. ഇവിടെ നിന്ന് നോക്കിയേ, ഈ മകന്, ഈ മൂത്ത മോന് പിതാവിനോടുകൂടെ വസിച്ചിട്ടും പിതാവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ ഇളയ മോന് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് പോയിട്ടും പിതാവിനെ മനസ്സിലാക്കാൻ പറ്റി. എങ്ങനെയാണെന്നറിയാമോ? ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ അവൻ കടന്നു പോയപ്പോൾ. പിതാവ് അവനെ ഒന്ന് ഓർത്ത് നോക്കിയേ. ആ 15 ഞാൻ അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം പറഞ്ഞു നിർത്തുകയാണ്. ഈ പിതാവിൻ്റെ അടുക്കൽ, ഈ 15-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പിതാവിൻ്റെ അടുക്കൽ ഈ ഇളയ മോഹൻ വന്ന് പറഞ്ഞു, അപ്പാ എനിക്ക് തരാനുള്ളത് ഇങ്ങനെ തന്നേ, ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ പിതാവ് അവിടെ നോ പറഞ്ഞില്ല. പിതാവ് നോ പറഞ്ഞില്ല. പിതാവ് പറഞ്ഞോ, വേണ്ട, നിനക്ക് എന്തോ പൈസയുടെയാണോ ആവശ്യം, ഞാൻ എന്നാൽ കുറച്ച് പൈസ തരാം, നീ ഇവിടെ നിൽക്ക്. നീ എന്തിനാ പോകുന്നത്? നീ പോകരുത് മോനെ. നീ പോയ പന്നിക്കുട്ടി നീ പോയി വീടും മോനെ. നീ അവിടെ പോയ വാളവരെ തിന്നേണ്ടി വരും മോനെ. നീ അവിടെ പോയ നിനക്കുള്ളത് എല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വരും മോനെ. നീ അവസാനം കിടത്തി. ഇതൊന്നും അപ്പൻ പറഞ്ഞില്ല. അവൻ ചോദിച്ചു, അപ്പൻ കൊടുത്തു, നീ പോകും. അതിനെയാണ് പറയുന്നത് ഫ്രീ വിൽ. മനുഷ്യന് ദൈവം ഫ്രീ വില്ല് തന്നിരിക്കുക. നമ്മൾ പലരും ചോദിക്കത്തില്ലേ, ഞാൻ ഇത്രയൊക്കെ തെറ്റിപ്പോയിട്ടും എനിക്കൊരു കുഴപ്പമില്ലല്ലോ. തെറ്റിപ്പോയതല്ല, നീ അനുഭവങ്ങളിലൂടെ പോകുവാൻ കൊണ്ട് ദൈവം വിട്ടതാണ്. എന്താ പറഞ്ഞാൽ ചില കാര്യങ്ങൾ നിന്നെ പഠിപ്പിച്ച് മടക്കി കൊണ്ടുവരണം. എന്നാൽ ആ സ്ഥാനത്ത് ഈ മൂത്ത മകൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നു, പിതാവിനോടുകൂടെ താമസിച്ചു, പിതാവിനോടുകൂടെ കഴിഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞത്, ഹിപ്പോക്രസിയെ കുറിച്ച് പറയുന്നത്. പക്ഷേ അവൻ പിതാവിനെ അറിഞ്ഞില്ല, പിതാവിൻ്റെ ഹൃദയം അറിഞ്ഞില്ല. He stayed at home but never understands father's heart. പിതാവിനെ കുറിച്ച് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് അവൻ പിതാവിനോട് ആംഗ്രി ആയത്, പിതാവിനോട് കോപിച്ചത്. ആ പിതാവിൻ്റെ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമാണെന്നും കരുതുന്ന സ്നേഹമാണെന്നും സ്നേഹിക്കുന്ന സ്നേഹമാണെന്നും വീണ്ടും ഒരു അവസരം കൊടുക്കുന്ന സ്നേഹമാണെന്നും അവൻ തിരിച്ചറിഞ്ഞില്ല. അവൻ ഇതും അറിഞ്ഞില്ല. എല്ലാം നഷ്ടപ്പെടുത്തി എൻ്റെ ഇളയ സഹോദരൻ പോയിട്ടും അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവാണ് എൻ്റെ അപ്പനെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ചില സഹോദരന്മാർ ചോദിക്കത്തില്ലേ, എന്നെക്കാട്ടി കൂടുതൽ ദൈവം എന്തിനാ ആ ആളിനെ അനുഗ്രഹിക്കുന്നത്? ചിലർ ചോദിക്കത്തില്ലേ, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുന്നില്ല, പക്ഷേ ആ സഹോദരനെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ സഭയ്ക്കകത്തുള്ള ഏതെങ്കിലും സഹോദരന് അനുഗ്രഹം പ്രാപിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ നിന്ന് സന്തോഷിക്കുമോ? ഇല്ല. നമ്മുടെ മക്കളും ആ സഹോദരൻ്റെ മക്കളും ഒരേ ക്ലാസ്സിലാന്ന് വെച്ചോ, അവർക്ക് നല്ല മാർക്ക് കിട്ടി, നമ്മുടെ കുഞ്ഞ് തോറ്റുപോയെങ്കിലും എന്താ വിഷയം? നമ്മൾ ഉടനെ പറയും, അതെനിക്കറിയാം എങ്ങനെയാണ് ജയിച്ചത്, എനിക്കറിയാം. നമുക്കിഷ്ടപ്പെടത്തില്ല. ഇതാ മൂത്ത മോൻ്റെ ഇളയ മോൻ്റെ. എന്നാൽ ഈ മൂത്ത മകൻ ഒരിക്കലെങ്കിലും ചിന്തിച്ചോ, എൻ്റെ അനിയൻ എവിടെ പോയി? എൻ്റെ കൂടപ്പിറപ്പാ. ഹീ ഈസ് മൈ സിബ്ലിംഗ്, ലെറ്റ് മീ ഗോ ആൻഡ് ചെക്ക് വെയർ ഹീ ഈസ്. He never thought. He never even told his father also, Father, can we go together and search him? No. നമ്മുടെ സഭയിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? മറ്റൊരു സഹോദരനെ കുറിച്ച്, മറ്റൊരു സഹോദരിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം. ഇനി നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ ചിന്തിക്കണമേ. കർത്താവ് ഫ്രീ വില്ല് കൊടുത്തിരിക്കുക. നിനക്ക് പോകാം. നിനക്ക് ഈ കൂട്ടം നിൻ്റെതല്ലെന്ന് നിനക്ക് തോന്നുമെങ്കിൽ നിനക്ക് പോകാം. പക്ഷേ നീ പന്നിക്കൂട്ടിലൂടെ ഒക്കെ കയറി ഇറങ്ങി അവസാനം നിനക്ക് സുബോധം വരും. അന്ന് നീ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരും. എന്നാൽ ആ പോയ വ്യക്തിക്ക് വേണ്ടി, ആ നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ചുമതല മൂത്ത മക്കളായ നമുക്കുണ്ട്. കാരണം നമ്മൾ പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നത്, നമ്മൾ പിതാവിൻ്റെ കൂടെയാണ്. ഇവിടെ നോക്കിയേ, he obeyed outwardly but missed the joy of fellowship.
പിതാവിനോടുള്ള കൂട്ടായ്മ അവന് നഷ്ടപ്പെട്ടു, കൂട്ടായ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അവനത് മാത്രമല്ല, ഹീ വാസ് ഡൂയിങ് ഇറ്റ് ഓൾ ഫോർ എ മണി. പിതാവിനോട് പറഞ്ഞതെന്നറിയാമോ? ഇത്രയും നാൾ ഞാൻ നിന്നെ സേവിച്ചു, നീ എനിക്ക് എന്തോ തന്നത്? എൻ്റെ കൂട്ടുകാരുടെ കൂടെ ആഘോഷിപ്പാൻ തക്കോണം ഒരു കുഞ്ഞാടിനെ പോലും, ഒരാടിനെ പോലും നീ എനിക്ക് തന്നിട്ടില്ല. ഞാൻ ആ ഭാഗങ്ങളിൽ പോയി വചനം എടുത്ത് വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഹി വാസ് എക്സ്പെക്ടിങ് എ റിവാർഡ് ടു സെർവ് ദ ലോർഡ്. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവത്തെ ഞാൻ സേവിക്കുന്നത് കൊണ്ട് ദൈവം എനിക്ക് ഒന്നും തരുന്നില്ലല്ലോ എന്നുള്ള ചിന്തയാവില്ലേ. മൂത്ത മകൻ്റെ ആഗ്രഹം അതാ. ഞാൻ ഇത്രയും നാൾ നിന്നെ സേവിച്ചിട്ട് നീ എനിക്ക് ഒന്നും തന്നില്ലല്ലോ. ഈ മുതലൊക്കെ നശിപ്പിച്ചു കളഞ്ഞവൻ മടങ്ങി വന്നപ്പോൾ അവനെല്ലാം നീ കൊടുക്കുന്നല്ലോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ചിന്തിക്കണമേ. ദൈവത്തിൻ്റെ ഇഷ്ടമാ ഒരാളെ ഭൗതികമായി അനുഗ്രഹിക്കണോ വേണ്ടായോ എന്നുള്ളത്. അനേകർക്ക് ഭൗതിക അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ ആത്മീക അനുഗ്രഹങ്ങളില്ല. നിന്റെ ജീവിതത്തിൽ നോക്കിയാൽ നിനക്ക് ദൈവം ആത്മീക അനുഗ്രഹം തന്നിട്ടില്ലേ? നിത്യമായി നിലനിൽക്കുന്ന ചിലത് നിന്റെ ജീവിതത്തിൽ സ്വർഗം തന്നിട്ടില്ലേ? നീ എപ്പോഴും ദൈവത്തോടുകൂടെയല്ലേ വസിക്കുന്നത്? അപ്പൻ ചോദിച്ചൊരു ചോദ്യം എന്തെന്നറിയാമോ? മോനെ, നീ എൻ്റെ കൂടെ ഇത്രയും നാൾ വസിച്ചു, എനിക്കുള്ളതെല്ലാം നിൻ്റെതല്ലേ? നീ എന്തിനാ പിന്നെ ഈ അസൂയപ്പെടുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതാ. കർത്താവ് നമ്മളെ സ്നേഹിച്ചു, ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ളത് കർത്താവ് തന്നു. നിത്യമായി നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾക്കായി അവൻ നമ്മളെ വിളിച്ചു, അവൻ്റെ സഭയുടെ ഭാഗമാക്കി തീർത്തു. വി മസ്റ്റ് ബി കണ്ടന്റ് വിത്ത് വാട്ട് വി ഹാവ്. Father's love is big enough for both the sons, the rebellious and the religious. ആദ്യത്തെ മകനെന്ന് പറയുന്നത്, ആ രണ്ടാമത്തെ മകനെന്ന് പറയുന്നത്, he was a rebellious child. Second one is a religious sinner. ആ റിലീജിയസ് സിന്നറാണ് പരീശന്മാരുടെ കപടഭക്തി എന്ന് പറയുന്നത്. റിലീജിയസ് സിന്നേഴ്സ്, അകത്ത് വന്ന് ഹൃദയം കൊണ്ട് പാപം ചെയ്യുന്നവർ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. Hallelujah. Both the sons were lost, one in rebellion and in other in the self-righteousness. ഒരുത്തൻ മത്സരത്തിൽ തോറ്റുപോയി, മറ്റവൻ സ്വയം നീതിയിൽ തോറ്റുപോയി. ഞാൻ ആ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. ഒബീഡിയൻസ് ഈസ് നോട്ട് അബൌട്ട് അപ്പിയറൻസ് ഓർ ടോക്ക്, ബട്ട് അബൌട്ട് ആക്ഷൻ. ഒബീഡിയൻസ് എന്ന് പറയുന്ന അപ്പിയറൻസിലും ടോക്കിലുമല്ല, പുറത്ത് കാണിക്കുന്നതിലും സംസാരത്തിലും ചിന്തകളിലുമല്ല, പക്ഷെ നമ്മുടെ പ്രവൃത്തിയിലാണ് നമ്മുടെ ഒബീഡിയൻസ്, അനുസരണ കാണിക്കേണ്ടത്. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കേൾപ്പിച്ച വചനത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം.